നമുക്കൊരു പ്രാർത്ഥന ഏറ്റുചൊല്ലി പ്രാർത്ഥിച്ചുകൊണ്ട് ഈ വചന ശുശ്രൂഷയിലേക്ക് പ്രവേശിക്കാം. എല്ലാവരും അവിടെ ഇരുന്നുകൊണ്ട് തന്നെ ഒന്നെങ്കിൽ കരങ്ങൾ ഹൃദയത്തോട് ചേർത്ത് പിടിക്കുകയോ അല്ലെങ്കിൽ കരങ്ങൾ കൂപ്പി പിടിക്കുകയോ ചെയ്തുകൊണ്ട് വലിയ വിശ്വാസത്തോടെ ബോധ്യത്തോടു കൂടി ഈ പ്രാർത്ഥന ഏറ്റുചൊല്ലി പ്രാർത്ഥിക്കാം. ഇതൊരു സമർപ്പണ പ്രാർത്ഥനയാണ്. ഈശോയ്ക്ക്, പരിശുദ്ധ ത്രിത്വത്തിന്, പരിശുദ്ധ അമ്മയിലൂടെ നമ്മെ തന്നെ സമർപ്പിക്കുന്ന ഒരു ചെറിയ പ്രാർത്ഥനയാണ്. ഹൃദയത്തിൽ നിന്ന് നമുക്കത് ഏറ്റുപറഞ്ഞ് പ്രാർത്ഥിക്കാം. സ്നേഹപിതാവേ, സ്നേഹപിതാവേ, അങ്ങ് എനിക്ക് വേണ്ടി നൽകിയ ഈശോ മിശിഹായേ, എൻ്റെ ഏക കർത്താവും ഏക ഗുരുവും ഏക ദൈവവും ഏക രക്ഷകനും സർവസ്വവുമായി എൻ്റെ ഹൃദയത്തിലേക്ക് എൻ്റെ ജീവിതത്തിലേക്ക് ഞാൻ സ്വീകരിക്കുന്നു സാത്താനെയും അവന്റെ എല്ലാവിധ ആഡംബരങ്ങളെയും തെറ്റായ പഠനങ്ങളെയും ഞാൻ വെറുത്തുപേക്ഷിക്കുന്നു. പിതാവേ, അങ്ങയുടെ പരിശുദ്ധാത്മാവിനാൽ എന്നെ നിറയ്ക്കണമേ, എന്നെ നയിക്കണമേ, എന്നെ പഠിപ്പിക്കണമേ, എന്നെ വിശുദ്ധീകരിക്കണമേ. ഹല്ലേലൂയ, ഹല്ലേലൂയ, ഹല്ലേലൂയ. അല്പസമയം കരങ്ങളോട്ട് സ്തുതിക്കാം. ഹല്ലേലൂയ. സ്വരമുയർത്തി സ്തുതിക്കുന്നു. ഹല്ലേലൂയ, ഹല്ലേലൂയ, ഹല്ലേലൂയ. സ്തുതിക്കുന്നു. ഈശോയെ നന്ദി, ഈശോയെ നന്ദി. ഹല്ലേലൂയ, 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 ഹല്ലേലൂയ. അബയെ നന്ദി, ഈശോയെ നന്ദി, പരിശുദ്ധാത്മാവേ നന്ദി. ഹല്ലേലൂയ, ഹല്ലേലൂയ, ഹല്ലേലൂയ. പരിശുദ്ധ പരമ ദിവ്യകാരുണ്യത്തിന് നേരവും ആരാധനയും സ്തുതിയും പുകഴ്ചയും ഉണ്ടായിരിക്കട്ടെ. നന്മ നിറഞ്ഞ മറിയമേ സ്വസ്തി, കർത്താവ് അങ്ങയുടെ കൂടെ, സ്ത്രീകൾ അങ്ങ് അനുഗ്രഹിക്കപ്പെട്ടവളാകുന്നു. അങ്ങയുടെ ഉദരത്തിൻ ഫലമായ ഈശോ അനുഗ്രഹിക്കപ്പെട്ടവനാകുന്നു. പരിശുദ്ധ മറിയമേ തമ്പുരാന്റെ അമ്മേ, പാപികളായ ഞങ്ങൾക്ക് വേണ്ടി ഇപ്പോഴും ഞങ്ങളുടെ മരണസമയത്തും തമ്പുരാനോട് അപേക്ഷിക്കണമേ. ആമേൻ. പിതാവിനും പുത്രനും പരിശുദ്ധാത്മാവിനും സ്തുതി. അതിലെപ്പോലെ ഇപ്പോഴും ഈശോ മിശിഹായിക്ക് സ്തുതിയായിരിക്കട്ടെ. ആമേൻ. ആദ്യം തന്നെ ഒരു കാര്യം എനിക്ക് ശരിക്കും മനസ്സിലായി. നിങ്ങൾക്ക് പരിശുദ്ധ അമ്മയോട് ഭയങ്കരമായ സ്നേഹമാണെന്ന് മനസ്സിലായി. അത് പ്രത്യേകിച്ച് വെളിപാട് കിട്ടിയൊന്നും മനസ്സിലായതല്ല. മറ്റു പല പ്രാർത്ഥനയും പറഞ്ഞപ്പോൾ നിങ്ങൾ പ്രാർത്ഥിച്ചതിനേക്കാൾ തീഷ്ണതയിൽ നിങ്ങൾ പ്രാർത്ഥിച്ചത് നന്മ നിറഞ്ഞ മറിയമേ എന്ന പ്രാർത്ഥന ചൊല്ലിപ്പോഴാണ്. ഹല്ലേലൂയ, ഹല്ലേലൂയ, ഹല്ലേലൂയ. ഞാൻ മനസ്സിലാക്കിയ അനുസരിച്ച് എല്ലാ മാസത്തിനും എല്ലാ 3-ാം വെള്ളിയാഴ്ചകളിലും ഇതുപോലെയുള്ള പരിശുദ്ധ അമ്മയെക്കുറിച്ചുള്ള പ്രബോധനങ്ങൾ, ശുശ്രൂഷകളൊക്കെ നിങ്ങൾ സ്വീകരിക്കുന്നുണ്ട്. അതുകൊണ്ട് പരിശുദ്ധ അമ്മയെക്കുറിച്ച് ധാരാളം അറിവുകൾ, ബോധ്യങ്ങൾ, അനുഭവങ്ങൾ നിങ്ങൾക്കുണ്ട്. പരിശുദ്ധ അമ്മയിൽ കൂടി ധാരാളം അനുഗ്രഹങ്ങൾ നിങ്ങൾ പ്രാപിക്കുന്നുണ്ട്. അതുകൊണ്ട് വലിയ മരിയഭക്തരായ ആളുകളോടാണ് ഞാൻ സംസാരിക്കുന്നത്, എനിക്കറിയാം. എങ്കിലും എൻ്റെ ബോധ്യത്തിൽ പരിശുദ്ധാത്മാ പ്രേരിപ്പിക്കുന്ന ചില കാര്യങ്ങൾ പങ്കുവെക്കുകയാണ്. ഹല്ലേലൂയ, 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 ഹല്ലേലൂയ. ഇടയ്ക്ക് ഹല്ലേലൂയ പറയുമ്പോൾ നിങ്ങളും തിരിച്ച് റെസ്പോണ്ട് ചെയ്യണം കേട്ടോ. ഹല്ലേലൂയ, ഹല്ലേലൂയ. ഈ ആളുകൾക്ക് ഈ സ്വരം പോരാ. ഹല്ലേലൂയ, 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 ഹല്ലേലൂയ. നിങ്ങളിങ്ങനെ നല്ല സ്വരത്തിൽ പ്രാർത്ഥിച്ചില്ലെങ്കിൽ നിങ്ങളുടെ അച്ഛനൊക്കെയാണ് നാണക്കേട്. കാരണം ഞാൻ തിരിച്ചു പോയി പറയും, ഗാഗുൽത്ത ചെന്നപ്പോൾ അവിടെയുള്ള ആളുകൾ സ്തുതിക്കാൻ പറഞ്ഞപ്പോൾ സ്തുതിക്കുന്നില്ല, സ്വരം കുറവായിരുന്നൊക്കെ പറയും. നിങ്ങൾ അച്ഛനെ നാണം കെടുത്തരുത് കൊണ്ട് കേട്ടോ. ഹല്ലേലൂയ, 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 ഹല്ലേലൂയ. പക്ഷേ ഞാൻ ശ്രദ്ധിച്ചു, നിങ്ങൾ അച്ഛൻ സ്തുതിക്കാൻ പറഞ്ഞപ്പോൾ നന്നായിട്ട് സ്തുതിച്ചു. ഇപ്പം ബ്രദർ ആയതുകൊണ്ടാണ് നിങ്ങൾ ഇച്ചിരി സ്വരം കുറയ്ക്കുന്നത് എനിക്ക് തോന്നുന്നു. ഹല്ലേലൂയ, ഹല്ലേലൂയ. പരിശുദ്ധ പരമ ദിവ്യകാരുണ്യത്തിന് നേരവും ആരാധനയും സ്തുതിയും പുകഴ്ചയും ഉണ്ടായിരിക്കട്ടെ. ഈ അല്പസമയത്തിനുള്ളിൽ ഒരു 3-4 കാര്യങ്ങൾ നിങ്ങളുടെ പരിശുദ്ധ അമ്മയുമായി ബന്ധപ്പെട്ട് നിങ്ങളെ ശ്രദ്ധയിൽപ്പെടുത്താമെന്നാണ് ഞാൻ വിചാരിക്കുന്നത്. നിങ്ങൾ ഇമ്മാനുവൽ എന്നൊരു വാക്ക് കേട്ടിട്ടുണ്ട് അല്ലേ? ഇമ്മാനുവൽ, ആ വാക്കിൻ്റെ അർത്ഥം എന്താണ്? എന്തോ? ദൈവം നമ്മോട് കൂടെ. ദൈവം നമ്മോട് കൂടെ എന്നതുപോലെ തന്നെ നമുക്ക് വിശ്വസിക്കുകയും അനുഭവിക്കുകയും ചെയ്യാവുന്ന മറ്റൊരു യാഥാർത്ഥ്യമാണ് മറിയം നമ്മോട് കൂടെ. ഹല്ലേലൂയ,
ഹല്ലേലൂയ. ഇന്ന് ഞാൻ നിങ്ങളോട് പങ്കുവയ്ക്കാൻ പോകുന്ന പ്രധാനപ്പെട്ടൊരു വിഷയം അതാണ്. ഈശോ നമ്മോടുകൂടി ആയിരിക്കുന്നത് പോലെ മറിയവും അല്ലെങ്കിൽ പരിശുദ്ധ അമ്മയും നമ്മോട് കൂടെയുണ്ട്. ഇത് വെറുതെ ഇങ്ങനെ എന്തെങ്കിലും വെറുതെ പറയുകയല്ല ചെയ്യുന്നത്. വചനത്തിൻ്റെ അടിസ്ഥാനത്തിൽ, സഭയുടെ പ്രബോധന അടിസ്ഥാനത്തിൽ നമ്മൾ തെളിയിക്കും. പരിശുദ്ധ അമ്മ നമ്മോടുകൂടെ എപ്പോഴുമുണ്ട്. ഈശോ നമ്മോടുകൂടെ ഉള്ളതുപോലെ യുഗാന്ത്യം വരെ എന്നും ഞാൻ നിങ്ങളുടെ കൂടെ ഉണ്ടായിരിക്കുമെന്ന് ഈശോ പറഞ്ഞു. മറ്റൊരു രീതിയിൽ പരിശുദ്ധ അമ്മ യുഗാന്ത്യം വരെ നമ്മുടെ കൂടെയുണ്ട്. ഹല്ലേലൂയ, ഹല്ലേലൂയ. അപ്പോൾ നമ്മൾ മനസ്സിലാക്കുന്ന ഒരു പ്രധാനപ്പെട്ട കാര്യം അതാണ്. രണ്ടാമത്തെ പ്രധാനപ്പെട്ട കാര്യം, നമ്മൾ ദൈവത്തെ അനുഭവിക്കുന്നത് പോലെ തന്നെ പരിശുദ്ധ അമ്മയെ നമ്മൾ അനുഭവിക്കണം. നമ്മൾ ഭക്തി പുലർത്തേണ്ട ഒരു ഭക്തിയല്ല, നേരെ മറിച്ച് നമ്മൾ അനുഭവിക്കേണ്ട, ദൈവത്തെപ്പോൾ നമ്മൾ അനുഭവിക്കേണ്ട, ദൈവാനുഭവം എന്ന് പറയുന്നത് തന്നെ നമ്മൾ മനസ്സിലാക്കിയെടുക്കേണ്ട, അനുഭവിക്കേണ്ട ഒന്നാണ് മരിയാനുഭവം. അപ്പം പരിശുദ്ധ അമ്മയെ നമ്മൾ അനുഭവിക്കേണ്ടതാണെന്നുള്ള ഒരു കാര്യമാണ് നമ്മൾ രണ്ടാമതായിട്ട് ചിന്തിക്കുന്നത്. ഹല്ലേലൂയ, ഹല്ലേലൂയ. മൂന്നാമത്തെ കാര്യവും അല്പം കഠിനമാണ്, എങ്കിലും വളരെ പ്രധാനപ്പെട്ടതാണ്. അത് നമ്മൾ ദൈവത്തെ അനുകരിക്കുന്നത് പോലെ പരിശുദ്ധ അമ്മയെ നമ്മൾ അനുകരിക്കണം. എന്താ അനുകരിക്കുക എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ? എന്താ അനുകരിക്കുക എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ? എന്താ അനുകരിക്കുക എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ? നമ്മൾ ജപമാല പ്രാർത്ഥന ചെല്ലുന്നതും ആവേ മരിയ പറയുന്നതൊന്നും അനുകരണമല്ല. എന്താ ഈ അനുകരിക്കുക എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ? പരിശുദ്ധ അമ്മയിലുള്ള ആ പുണ്യങ്ങളെ നമ്മൾ നമ്മുടെ ജീവിതത്തിൽ പകർത്തുകയാണ്. പരിശുദ്ധ അമ്മയിൽ ഉള്ള ആ പുണ്യങ്ങൾ നമ്മൾ ജീവിതത്തിൽ പകർത്തുകയാണ്. തിരുസഭയിലെ അറിയപ്പെടുന്ന ഒരു വേദപാരംഗതനാണ് മിസ്റ്റർ തോമസ് അക്വിനാസ്. അദ്ദേഹത്തിൻ്റെ പ്രധാനപ്പെട്ട ഒരു പ്രബോധനമാണ് ഇത്. നിങ്ങൾ എപ്പോഴും ഹൃദയത്തിൽ സൂക്ഷിക്കുന്നത് നല്ലതാണ്. എന്താണ് ഭക്തി എന്ന് മിസ്റ്റർ തോമസ് അക്വിനാസ് പഠിപ്പിക്കുന്നത് എങ്ങനെയാണ്? എന്താണ് ഭക്തി? അദ്ദേഹം പഠിപ്പിക്കുകയാണ്, ഒരു വ്യക്തിയോടുള്ള ഭക്തി എന്നാൽ ആ വ്യക്തിയിലെ നന്മകളെ അനുകരിക്കലാണ്. ഹല്ലേലൂയ, ഹല്ലേലൂയ. അപ്പം നിങ്ങൾ യഥാർത്ഥ മരിയഭക്തരാണെങ്കിൽ, നമ്മൾ എന്ത് ചെയ്യും? മാതാവിൻ്റെ അടുത്ത് വന്ന മാതാവേ ഈ കാര്യം സാധിച്ചു തരണമേ എന്ന് മുട്ടിപ്പായിട്ട് പ്രാർത്ഥിക്കുക മാത്രമല്ല, അതിനേക്കാൾ ഉപരി നമ്മൾ മാതാവിനെ നമ്മൾ അനുകരിക്കും. യഥാർത്ഥ മരിയഭക്തരാണെങ്കിൽ നമ്മൾ മാതാവിനെ അനുകരിക്കും. അതാണ് നമ്മൾ മൂന്നാമതായിട്ട് ചിന്തിക്കാൻ പോകുന്നത്. നാലാമതായിട്ട് സമയമുണ്ടെങ്കിൽ ചിന്തിക്കാൻ പോകുന്നത്, നമ്മൾ മരിയഭക്തിയിൽ വരുത്തുന്ന ചില പ്രധാനപ്പെട്ട തെറ്റുകളാണ്. ഒരു 3-4 തെറ്റുകൾ നമ്മൾ അറിഞ്ഞോ അറിയാതെയോ മരിയഭക്തിയിൽ ചെലുത്തുന്ന ഒരു 3-4 തെറ്റുകൾ. അത് നമ്മൾ ലാസ്റ്റ് സമയമുള്ളതനുസരിച്ച് നമ്മൾ പങ്കുവയ്ക്കും. ആദ്യമായിട്ട് പങ്കുവയ്ക്കുന്നത് എന്താണ്? മറിയം നമ്മോടുകൂടെ. ഹല്ലേലൂയ, ഹല്ലേലൂയ. ഇവിടെ ബഹുമാനപ്പെട്ട ബെന്യേശൻ എന്നെ പരിചയപ്പെടുത്തിയപ്പോൾ എൻ്റെ പേര് എന്താണെന്നാണ് പറഞ്ഞത്? ശ്രദ്ധിച്ചായിരുന്നോ എൻ്റെ പേര് പറഞ്ഞത്? എന്തോ ഒരു നാക്കിൽ ഒതുങ്ങാത്തൊരു പേരായിട്ടാണ് അച്ഛൻ പറഞ്ഞത് അല്ലേ? എൻ്റെ പേര് ബിജു ഓഫ് മേരി ഇമ്മാക്കുലേറ്റ് എന്ന് പറഞ്ഞത്. എൻ്റെ പേര് നിങ്ങൾ പറഞ്ഞേക്കാൻ ആഗ്രഹം കൊണ്ടല്ല, നിങ്ങൾക്ക് മനസ്സിലായോ എന്ന് അറിയാൻ വേണ്ടിയാണ്. ബിജു ഓഫ് മേരി ഇമ്മാക്കുലേറ്റ് എന്ന് പറഞ്ഞേ. ഓക്കെ, എങ്ങനെയാണ് എനിക്ക് ആ പേര് കിട്ടിയതെന്ന് നിങ്ങളോട് അനുഭവം പറയാം. ഈ പേരെനിക്ക് എങ്ങനെ കിട്ടി? ഇത് ഞാൻ ഉണ്ടാക്കിയെടുത്തതല്ല, ഈ പേരെനിക്ക് കിട്ടിയതാണ്. എങ്ങനെയാണ് ഈ പേര് കിട്ടിയതെന്ന് നിങ്ങളോട് പറയാം. അത് കേട്ട് കഴിയുമ്പോൾ നിങ്ങൾക്ക് പരിശുദ്ധ അമ്മയോടൊരു പ്രത്യേക സ്നേഹവും അമ്മ നമ്മുടെ കൂടെ എപ്പോഴുമുള്ള വ്യക്തിയാണെന്നുള്ള ഒരു പ്രത്യേക ഒരു ബോധ്യവും ഉണ്ടാവും. ഹല്ലേലൂയ, 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 ഹല്ലേലൂയ. ദൈവത്തിൻ്റെ പ്രത്യേക കൃപ കൊണ്ട് ഒരു 2000 ആണ്ടിലാണ് അസീസിയിലെ നമ്മുടെ ബെന്യേശൻ്റെ ഒക്കെ സഭാസ്ഥാപകനായ വിശുദ്ധ ഫ്രാൻസിസ് അസീസിയുടെ ജീവചരിത്രം ഞാൻ വായിക്കേണ്ടതാകുന്നത്. അദ്ദേഹത്തിൻ്റെ ജീവചരിത്രം വായിച്ചു കഴിഞ്ഞ് വായിക്കുന്ന സമയത്ത് ഞാൻ തിരുവനന്തപുരം വിക്രം സാരാഭായ് സ്പേസ് സെൻറ്ററിൽ VSSCയിൽ അവിടെ ജോലി ചെയ്യുകയാണ്, അപ്രൻറ്റീസായിട്ട് ജോലി ചെയ്യുകയാണ്. ആ പുസ്തകം വായിച്ചപ്പോൾ ഈ ഫ്രാൻസിസിനെ പോലുള്ള ആകാനുള്ള ആഗ്രഹം മൂലം ആ ജോലി ഉപേക്ഷിക്കുകയും ഒരു പരിപൂർണ സമർപ്പണ ജീവിതത്തിലേക്ക് അങ്ങനെ തിരികുകയുമാണ് ചെയ്തത്. അങ്ങനെ ഏതാനും വർഷങ്ങളിൽ പല മലമുകളിൽ പോയി പ്രാർത്ഥിക്കാനായിട്ടൊക്കെ പോവും. അങ്ങനെ പ്രാർത്ഥനയും ധ്യാനവുമായിട്ടൊക്കെ നടക്കുന്ന സമയത്ത് അപ്പോൾ ഈ ഫ്രാൻസിസിൻ്റെ പുസ്തകം നിങ്ങൾ വായിച്ചിട്ടുണ്ടെങ്കിൽ ഒരു വലിയ അപകടം അതിനകത്ത് കിടക്കുന്നത്. അപകടം എന്നുള്ളത് ഞാനിങ്ങനെ ഇൻവേർട്ടർ കോമേഴ്സ് ഇടുകയാണ്. ആത്മാർത്ഥമായിട്ട് ആ പുസ്തകം വായിക്കുകയാണെങ്കിൽ ഒരു വലിയ അപകടം കിടക്കുന്നത് ഫ്രാൻസിസ് നമ്മളെ പിടികൂടും എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ആഴത്തിലുള്ള ഒരു ദൈവസ്നേഹ ജീവിതത്തിലേക്ക് അദ്ദേഹം നമ്മൾ നിർബന്ധിക്കും. ഒരു സാമട്ടിലുള്ള ഒരു വഴകുഴയുള്ള ഒരു ജീവിതത്തിന് ഒരിക്കലും ഫ്രാൻസിസ് നമ്മളെ സമ്മതിക്കുകയില്ല. ഈശോയെ ആത്മാർത്ഥമായും പരിപൂർണമായും തികഞ്ഞും സ്നേഹിക്കുന്ന ഒരു ജീവിതത്തിലേക്ക് ഫ്രാൻസിസ് ഭയങ്കരമായിട്ട് നമ്മളെ അങ്ങ് ആകർഷിക്കും.
അങ്ങനെ ദൈവത്തിൻ്റെ കൃപ കൊണ്ട് ഫ്രാൻസിസ് എന്നെ ആകർഷിച്ചു. ഞാനിങ്ങനെ തപസ്സും പ്രാർത്ഥനയൊക്കെ ആയിട്ട് നടക്കുന്നു. വീടും ജോലിയും എല്ലാ കാര്യങ്ങളും ഉപേക്ഷിച്ച് വീടുമായിട്ടുള്ള ബന്ധങ്ങൾ, വീട്ടിലെ പറഞ്ഞു കഴിഞ്ഞാൽ സംഭവം ഉത്തരവാദിത്തങ്ങളെല്ലാം വിട്ട് ദൈവത്തെ പൂർണ്ണമായി സ്നേഹിക്കണമെന്നുള്ള ഒരു ഭ്രാന്തിൽ അങ്ങനെ നടക്കുകയാണ്. അങ്ങനെ ഏതാനും വർഷങ്ങൾ കഴിഞ്ഞു. ഒരു 3 വർഷം 4 വർഷം കഴിഞ്ഞപ്പോൾ ഒരു ദിവസം പെട്ടെന്നൊരു വലിയ ആത്മീയ ശൂന്യത, നിങ്ങളൊക്കെ അതിന് പറയുന്ന പേര് എന്താണ് പറയുന്നത്, മരുഭൂമി അല്ലേ, മരുഭൂമി അനുഭവം എന്നൊക്കെ പറയുന്നത് പോലെ ഒരു ശൂന്യത ഉള്ളിലങ്ങ് അനുഭവപ്പെട്ടു. എത്ര പ്രാർത്ഥിച്ചിട്ടും ഞാൻ വായിച്ചതനുസരിച്ച് അസീസിൽ ഫ്രാൻസിസൊക്കെ ഇപ്രകാരം ശൂന്യത അനുഭവപ്പെട്ട സമയത്ത് അവർ ചെയ്തിരുന്നത് ഈ വിശുദ്ധരുടെയൊക്കെ തീർത്ഥാടന കേന്ദ്രങ്ങൾ അല്ലെങ്കിൽ അവർ കബറിടങ്ങൾ സന്ദർശിച്ച് പ്രാർത്ഥിക്കും. അപ്പോൾ എനിക്കും പറ്റുന്ന പോലെ ഞാൻ പല സ്ഥലങ്ങളിൽ പോയി പ്രാർത്ഥിക്കുന്നു, ഒത്തിരി ശ്രമിക്കുന്നു. പക്ഷേ ഈ ആത്മീയ ശൂന്യത മാറുന്നില്ല. എന്താണ് പ്രശ്നം? ഒന്ന്, ലോകത്തിൻ്റെ എല്ലാ സന്തോഷങ്ങളും ഞാൻ ഉപേക്ഷിച്ചു. ഇപ്പോൾ അവിടുന്ന് യാതൊരു സന്തോഷവുമില്ല. 2, ദൈവത്തിൽ നിന്ന് യാതൊരു സന്തോഷവുമില്ല. ഇപ്പോൾ നമ്മൾ പറയുന്ന പോലെ ഒരു ത്രിശങ്കു സ്വർഗത്തിൽ നിന്നൊക്കെ പറയുന്ന പോലെ വലിയൊരു ആത്മീയ, നിങ്ങൾ ചിലർക്കെങ്കിലും മനസ്സിലാവും ഞാൻ വിചാരിക്കുകയാണ്, വലിയൊരു ആത്മീയ അസ്വസ്ഥതയിലും വേദന ഞാൻ ആയിരിക്കുകയാണ്. ആ സമയത്ത് എനിക്ക് ശക്തമായൊരു പ്രേരണ ലഭിച്ചതനുസരിച്ച് ഞങ്ങളുടെ തന്നെ കാഞ്ഞിരപ്പള്ളി രൂപതയിലുള്ള ഒരു മലയുണ്ട്, അതിൻ്റെ പേര് പാഞ്ചാലിമേട് എന്നാണ്. ഒരു പക്ഷേ നിങ്ങൾ ചിലർക്കെങ്കിലും അറിയാമായിരിക്കും. അതിൻ്റെ അടിവാരത്ത് നല്ല തണ്ണി എന്നൊരു സ്ഥലമുണ്ട്. എൻ്റെ അറിവ് ശരിയാണെങ്കിൽ ഇവിടെ ഇരിക്കുന്ന പലർക്ക് ആ സ്ഥലത്തേക്ക് അറിവുണ്ട്. അവിടെ ഒരു ചെറിയ കുടിലിൽ 27 വർഷമായിട്ട് 3 ചെറുപ്പക്കാർ തപസ് ചെയ്ത് പ്രാർത്ഥിക്കുന്നുണ്ട്. ഒരു പക്ഷേ ബഹുമാനപ്പെട്ട ഡാനിയൽ പൂർണ്ണത്തച്ഛൻ്റെ ക്ലാസ്സിൽ കൂടിയും മറ്റ് പല ധ്യാനഗുരുക്കന്മാരുടെ അനുഭവത്തിൽ അല്ലെങ്കിൽ ക്ലാസ്സിൽ കൂടി നിങ്ങൾ കേട്ടിട്ടുണ്ടാവും. കേട്ടുള്ള ആരെങ്കിലും ഉണ്ടെന്ന് കൈ വാർത്താവും. കാഞ്ഞിരപ്പള്ളി രൂപതയിൽ നല്ല തണ്ണയിൽ 3 ചെറുപ്പക്കാർ 27 വർഷമായിട്ട് തപസ് ചെയ്യുന്നു. കൈവെക്കുന്നവരുണ്ട് കേട്ടോ, നിങ്ങളുടെ കൂടെ കൈവെക്കുന്ന ആൾക്കാരുണ്ട്. അവിടെ പോയ ആരെങ്കിലും ഉണ്ടോ എന്ന് കൈ വാർത്താവോ? അവിടെ പോയിട്ടുള്ള ആരെങ്കിലും ഉണ്ടെങ്കിൽ? പോയിട്ടുള്ള ആരെങ്കിലും ഇല്ല. എന്നാൽ നിങ്ങൾ സമയം കിട്ടിയാൽ നിങ്ങളെല്ലാവരും അവിടെ ഒന്ന് പോകണം. കാരണം വിദേശ രാജ്യങ്ങളിലൊക്കെ, വലിയ വലിയ വിദേശ രാജ്യങ്ങൾ, സ്പെയിനിൽ അല്ല അങ്ങനെ പല രാജ്യങ്ങളിലുമൊക്കെ നമ്മൾ കേട്ടിട്ടുള്ള ഒരു വലിയ യാഥാർത്ഥ്യം നമ്മളെ കേരളത്തിലുണ്ട്. ഒരു വനത്തിനകത്ത് 27 വർഷമായിട്ട് 3 യുവാക്കൾ തപസ് ചെയ്ത് പ്രാർത്ഥിക്കുകയാണ്. ചെറിയൊരു കുടി, അവർ തന്നെ ഉണ്ടാക്കിയൊരു ചെറിയ കുടിലിൽ പുറത്തു നിന്ന് ആളുകൾ അല്ലെങ്കിൽ ദൈവത്തിൻ്റെ പരിപാലനം ലഭിക്കുന്ന ഭക്ഷണവും മറ്റുമൊക്കെ ഉപയോഗിച്ച് കിടക്കുന്നതൊക്കെ ചാക്ക് വിരിച്ചാണ് കിടക്കുന്നത്. അവർക്ക് വിവരവും വിദ്യാഭ്യാസവും ഇല്ലാഞ്ഞിട്ടല്ല. അതിൻ്റെ ലീഡർ MA കാരനാണ്, കൂടെയുള്ള സുഹൃത്ത് BA ബിഎഡുകാരനാണ്, ഇംഗ്ലീഷ് പ്രസംഗത്തിൽ യൂണിവേഴ്സിറ്റിയിൽ 1ാം റാങ്കുള്ള വ്യക്തിയാണ്. അങ്ങനെ അഭ്യസ്തവിദ്യരും നല്ല മിടുമിടുക്കന്മാരുമായ ചെറുപ്പക്കാരാണ്. അവരുടെ ചെറുപ്രായത്തിൽ 25-26 വയസ്സ് പ്രായമുള്ള സമയത്ത് മലമുകളിലെത്തി. കൊടുംതണുപ്പാണ്. നല്ല തണുപ്പുള്ള സമയത്ത് ഒരു 4-5 ദിവസത്തേക്ക് നമുക്ക് ചുറ്റുമുള്ളവരെ കാണാൻ പോലും പറ്റാത്ത രീതിയിലുള്ള മഞ്ഞാണ്. അപ്പോൾ അതിൻ്റെ നടുവിലാണ് ഇവർ താമസിച്ചുകൊണ്ടിരുന്നത്. ഇപ്പം 2000 ആണ്ടിൽ തൊട്ട് ഇവരുമായിട്ട്, ഈ ഫ്രാൻസിസിൻ്റെ പുസ്തകം വായിച്ചപ്പോൾ തൊട്ട് ഇവരുമായിട്ട് എനിക്കൊരു സ്നേഹബന്ധം ഉണ്ടായിരുന്നു. കാരണം അവരും ഫ്രാൻസിസ്കൻ ആത്മീയത ജീവിക്കുന്നവരാണ്. അങ്ങനെ എനിക്ക് ഒത്തിരി അസ്വസ്ഥതയുള്ള സമയത്ത് ഞാൻ ഇവിടെ പോകാറുണ്ടായിരുന്നു. അപ്പോൾ ഈ പറഞ്ഞ സമയത്തും ഈ ഒരു വലിയ അസ്വസ്ഥതയുള്ള സമയത്ത് ഞാൻ അവിടെ പോയി. അവിടെ ചെന്നപ്പോൾ ഞാൻ മനസ്സിൽ പ്ലാൻ ചെയ്ത് എങ്ങനെയാണ് 10 ദിവസത്തേക്ക് മൗനമായിട്ട് പ്രാർത്ഥിക്കുക. മൗനത്തിൽ ദൈവത്തോട് തീക്ഷ്ണമായിട്ട് പ്രാർത്ഥിക്കുക. ദൈവമേ എനിക്കൊരു ഉത്തരം തരണമെന്ന് പ്രാർത്ഥിക്കുക. ആ മലമുകളിലുള്ള ചെറുപ്പക്കാരുടെ പ്രധാനപ്പെട്ട ആധ്യാത്മിക ആയുധം മൗനമാണ്, മൗനവ്രതമാണ്. നിങ്ങൾക്കറിയാമായിരിക്കും, നമ്മുടെ മഹാത്മാഗാന്ധിയുടെ പ്രധാനപ്പെട്ട ഒരു ആത്മീയ ആയുധം മൗനമായിരുന്നു. മൗനം. എൻ്റെ വ്യക്തിപരമായ അനുഭവത്തിൽ ഉപവാസത്തേക്കാൾ എനിക്ക് ആത്മീയ അനുഭവം ഉണ്ടായിട്ടുള്ളത് മൗനത്തിലാണ്. ഒരു വർഷമൊക്കെ 150 ദിവസമൊക്കെ ഞാൻ മൗനമായിട്ട് പ്രാർത്ഥിച്ച വർഷങ്ങളുണ്ട്. എല്ലാ വലിയ നോമ്പുകളിലും 50 ദിവസം ഞാൻ മൗനമായിരിക്കും. എൻ്റെ നാട്ടിലൊക്കെ ചിലപ്പോൾ ആൾക്കാർ ചോദിക്കുന്നത് ഇനി ബിജുബർ എന്നാ സംസാരിക്കുന്നതെന്ന് എന്നെ ചോദിക്കാറുണ്ടായിരുന്നത്. ഇപ്പം അങ്ങനെയല്ല. ഇപ്പം വിവാഹത്തിന് ശേഷമൊക്കെ നോമ്പ് കാലം 20 ദിവസമൊക്കെ മൗനം എടുക്കാറുണ്ട്. എങ്കിലും നേരത്തെ അപേക്ഷിച്ച് കുറവാണ്. എങ്കിലും ഒരു ധ്യാനത്തിനൊക്കെ പോകാൻ വേണ്ടി ആഗ്രഹിക്കുമ്പോൾ, ധ്യാനിപ്പിക്കാൻ പോകുന്നതിന് മുമ്പ് ഞാൻ മൗനപ്രാർത്ഥനയിൽ കുറച്ച് പ്രാർത്ഥിച്ചിട്ടേ പാറുള്ളൂ. കാരണം മൗനത്തിന് ഭയങ്കര ശക്തിയുണ്ട്. നിങ്ങളത് ഒന്ന് പരീക്ഷിച്ചെങ്കിൽ നോക്കുന്നത് നല്ലതാണ്. നിങ്ങളെല്ലാ വെള്ളിയാഴ്ചകളും ഉപവസിക്കുന്നവരായിരിക്കും. പറ്റുമെങ്കിൽ നിങ്ങൾ ആഴ്ചയിൽ ഒരു ദിവസമോ 2-3 മണിക്കൂറെങ്കിലും നിങ്ങൾ വീട്ടിൽ എല്ലാവരും അനുവാദമൊക്കെ മേടിച്ചിരുന്നു മൗനമായിട്ട് പ്രാർത്ഥിക്കുന്നത് നല്ലതാണ്. ഹല്ലേലൂയ, ഹല്ലേലൂയ. നിങ്ങൾ എന്നെ ഫോളോ ചെയ്യുന്നുണ്ടോ? ഹല്ലേലൂയ, 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 ഹല്ലേലൂയ. ചില പ്രത്യേക കാര്യങ്ങൾ പറയുമ്പോൾ ആ പറയുന്ന കാര്യങ്ങൾക്കകത്ത് തന്നെ ചില പ്രത്യേക ആത്മീയ മർമ്മങ്ങൾ അടങ്ങിയിട്ടുണ്ട്. അതുകൊണ്ടാണ് വിശദീകരിച്ച് പറയുന്നത്. അങ്ങനെ ഈ കുടിലെത്തി 10 ദിവസം പ്രാർത്ഥിക്കാൻ വേണ്ടി ഞാൻ തീരുമാനമെടുത്തു. അങ്ങനെ അവിടെ എത്തി. ഒരു ദിവസം വൈകുന്നേരമാണ് അവിടെ എത്തിയത്. അന്ന് രാത്രി മുതൽ 10 ദിവസത്തേക്ക് പ്രാർത്ഥിക്കാൻ വേണ്ടി തീരുമാനിച്ചു. അങ്ങനെ മൗനം പ്രഖ്യാപിച്ചു. പിറ്റേ ദിവസം രാവിലെ 3 മണിക്ക് ഞങ്ങൾ പ്രാർത്ഥിക്കാൻ എഴുന്നേറ്റു. അവിടെയുള്ള ചെറുപ്പക്കാർ
എല്ലാ ദിവസവും രാവിലെ 3 മണിക്ക് അല്ലെങ്കിൽ 2:55 എഴുന്നേറ്റ് പ്രാർത്ഥിക്കാനായിട്ട് തുടങ്ങും. പിന്നെ 2:55 എഴുന്നേറ്റ് മുട്ടുമേ എന്ന പ്രാർത്ഥനയാണ്. മുട്ടുമേ നിന്ന് ഈ ചാക്ക് പിരിച്ചിട്ടിട്ട് മുട്ടുമേ നിന്ന് പ്രാർത്ഥനയാണ്. അവിടെ കറണ്ടൊന്നുമില്ല, അവരെ മനഃപൂർവ്വം അവിടെ ഇലക്ട്രിസിറ്റി എടുക്കാതിരിക്കുന്നതാണ്. ചിമ്മിനി വിളക്ക് കത്തിച്ച് വെച്ച് അതിൻ്റെ വെളിച്ചത്തിലാണ് അവിടെ പ്രാർത്ഥിക്കാറൊക്കെ ഉള്ളത്. രാത്രിയിലൊക്കെ വായിക്കുന്നതൊക്കെ അതിൻ്റെ വെളിച്ചത്തിലാണ്. അങ്ങനെ ഓരോരുത്തരും അധികം വലുപ്പമൊന്നുമില്ല, നമ്മുടെയൊക്കെ വീടിൻ്റെ വലിയ മുറി ഉണ്ടെങ്കിൽ ആ മുറിയുടെ വലുപ്പമില്ല അവരുടെ കുടിലിൽ മുഴുവനും. പക്ഷേ ആ കുടിലിനകത്ത് 18 പേർ ഒരു ദിവസം കടന്നിട്ടുണ്ട്. നമ്മുടെ കേരളത്തിലുള്ള പ്രമുഖരായ ധ്യാനഗുരുക്കന്മാർ, പല ബിഷപ്സ് അവിടെ എല്ലാം സന്ദർശിച്ചിട്ടുള്ളവരാണ്. അവിടെ ചെല്ലുന്ന സ്ഥിരമായിട്ട് സന്ദർശിക്കാറുള്ളൊരു പലരുമുണ്ട്, നമ്മുടെ ധ്യാന ഗുരുക്കന്മാരെ പലരുമൊക്കെ. ഓക്കെ, അപ്പോൾ അങ്ങനെയുള്ള വളരെ സൗകര്യം കുറഞ്ഞ, ലാളിത്യം നിറഞ്ഞ, ഈശ്വര സുവിശേഷത്തോട് വളരെ അടുത്ത് നിൽക്കുന്ന ഒരു സാഹചര്യമുള്ള സ്ഥലമാണിത്. ഇപ്പോൾ രാവിലെ എഴുന്നേറ്റ് എല്ലാവരും മുട്ടുമേ നിൽക്കുന്നു, ഞാൻ മുട്ടുമേ നിന്ന് പ്രാർത്ഥിക്കുകയാണ്. എനിക്ക് മുട്ടുമേ നിന്നിട്ട് പ്രാർത്ഥിക്കാൻ പറ്റുന്നില്ല. ഉള്ളിൻ്റെ ഉള്ളിൽ ഈ വലിയ അസ്വസ്ഥത, തീ കത്തുകയാണ്, ഉള്ളിൽ ഭയങ്കര തീ കത്തുകയാണ്. ദൈവമേ, ഈ പ്രശ്നത്തിന് എന്താണ് ഒരു പരിഹാരമെന്ന് ഞാൻ ഇങ്ങനെ പരവേശപ്പെടുകയാണ്. അങ്ങനെ വിഷമിച്ച് ഇങ്ങനെ നിൽക്കുമ്പോൾ ഒരു 4 മണി സമയം കഴിഞ്ഞ് എനിക്ക് തോന്നുന്നത്. അപ്പോൾ ഉള്ളിൽ നിന്ന് ആരോ എന്നോട് ശക്തമായി ഒരു പ്രേരണ, ഒരു പ്രചോദനം നൽകുകയാണ്. നീ സർവ്വശക്തിയും എടുത്ത് അമ്മേന്ന് വിളിക്കുക. വീട്ടിലിരിക്കുന്ന എൻ്റെ അമ്മയല്ല, നമ്മുടെ ഈ അമ്മയാണ്. ഈ അമ്മയെ വിളിക്കാൻ വേണ്ടിയാണ്. ശരിയാണ്, ആ നാളുകളിലൊക്കെ എനിക്ക് പരിശുദ്ധ അമ്മയോട് അഗാധമായ ഭക്തി ഉണ്ടായിരുന്നു. ഞാൻ പറഞ്ഞ് നിങ്ങൾ ശ്രദ്ധിച്ച് കേൾക്കണം. പരിശുദ്ധ അമ്മയോട് എനിക്ക് അഗാധമായ ഭക്തി ഉണ്ടായിരുന്നു. കത്തോലിക്കരായ നമ്മളെ സംബന്ധിച്ച് ഏറ്റവും വലിയ ഭക്തി പരിശുദ്ധ കുർബാനയും, രണ്ടാമത്തെ ഭക്തി പരിശുദ്ധ അമ്മയാണെന്ന് നമുക്ക് അറിയാമല്ലോ. അപ്പോൾ ആ രീതിയിലുള്ള ഭക്തി എനിക്കുണ്ടായിരുന്നു. ഞാൻ ധാരാളം ജപമാല ചൊല്ലി പ്രാർത്ഥിക്കുമായിരുന്നു. അങ്ങനെയൊക്കെ ഇരിക്കുമെങ്കിലും പരിശുദ്ധ അമ്മ എൻ്റെ സ്വന്തം അമ്മയാണെന്നുള്ള ഒരു തിരിച്ചറിവ് എനിക്കില്ലായിരുന്നു. അപ്പം നിങ്ങൾ പറയുമായിരിക്കും, നിങ്ങൾക്കതുണ്ടെന്ന് നിങ്ങൾ പറയുമായിരിക്കും. അതുണ്ടോ ഇല്ലയോ എന്നുള്ളത് ഒരു 5 മിനിറ്റ് ശേഷം നമുക്ക് വിശകലനം ചെയ്യാം. അപ്പോൾ എന്തായാലും അങ്ങനെ മുട്ടുമേ നിൽക്കുന്ന സമയത്ത് സർവ്വശക്തിയും എടുത്ത് അമ്മേന്ന് വിളിക്കാൻ എന്നെ ആരെ പ്രേരിപ്പിക്കുകയാണ്. അപ്പോൾ സ്വരം ഇപ്പോൾ ഞാനിങ്ങനെ രക്ഷപ്പെടാൻ വേണ്ടി നിൽക്കുകയാണല്ലോ, ഏത് കച്ചിത്തുരുമ്പി പിടിച്ചാലും രക്ഷപ്പെടാമെന്ന് നോക്കി നിൽക്കുകയാണ്. അപ്പോൾ ഈ പ്രേരണ കിട്ടിയ ഉടൻ തന്നെ ഞാൻ സർവ്വശക്തിയും എടുത്ത്, ഉള്ളിൽ സർവ്വശക്തിയും എടുത്ത് സ്വരം പുറത്ത് കൽപ്പിക്കാതെ അമ്മേന്ന് വിളിച്ചു. സർവ്വശക്തിയും എടുത്ത് അമ്മേന്ന് വിളിച്ചു. വിളിച്ച ഉടനെ പെട്ടെന്നൊരു സ്വരം കേട്ടു. എൻ്റെ തൊട്ടടുത്ത് എന്തോ ഒന്ന് വീണു. അപ്പോൾ ഞാനിങ്ങനെ നോട്ടി എന്താണെന്ന് അറിയാൻ വേണ്ടി നോക്കി. അപ്പോൾ തൊട്ടപ്പുറത്ത് മുട്ടുമേ നിന്നിരുന്ന ആ ബ്രദർ ഈ സ്വരം കേട്ട് അദ്ദേഹം ചെമ്മിനിമലൊക്കെ എടുത്തുകൊണ്ട് വന്ന് ആ വീണ സാധനം എടുത്തിട്ട് പറഞ്ഞു, ഇത് അമ്മയാണല്ലോ എന്ന് പറഞ്ഞു. അതായത് ഈ നമ്മളെ ഈ ബേമ ഇതിൻ്റെ ഇത്രയും അകലെ ഒരു ഭിത്തിയിൽ അമലോത്ഭവ മാതാവിൻ്റെ ചെറിയ സ്റ്റാച്ചു ഇരിപ്പുണ്ടായിരുന്നു. ഞാൻ അമ്മേന്ന് വിളിച്ച സമയത്ത് ആ സ്റ്റാച്ചു അവിടുന്ന് പറന്ന് വന്ന് എൻ്റെ തൊട്ടടുത്ത് വന്ന് വീണതായിരുന്നു അത്. അപ്പം നമ്മൾ വിചാരിക്കുക എന്തോ ഒരു ശക്തിയെ വിളിക്കല്ലേ, അതിൻ്റെ കാറ്റിന് അത് പറന്ന് വീണ, അങ്ങനെ വിചാരിക്കുന്നത്. അങ്ങനെയല്ല, അതാ വീണ സമയത്ത് തന്നെ എൻ്റെ ഉള്ളിലുള്ള ആ ഭാരം മുഴുവൻ അങ്ങ് മാറിപ്പോയി. ഹല്ലേലൂയ, 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 ഹല്ലേലൂയ. ആ രൂപം അമലോത്ഭവ മാതാവിൻ്റെ സ്റ്റാച്ചുവായിരുന്നു. അമ്മയെന്ന് ഞാൻ വിളിച്ച സമയത്ത് തന്നെ അമ്മ സ്റ്റാച്ചുവിൻ്റെ രൂപത്തിൽ അടുത്ത് വന്നെങ്കിലും ആത്മീയ രൂപത്തിൽ അകത്തു വന്നു. സമാനമായൊരു സംഭവം വിശുദ്ധ ബൈബിളിലുണ്ട്. വിശുദ്ധ യോഹന്നാൻ്റെ സുവിശേഷം 19-ാം അധ്യായത്തിൻ്റെ 25 മുതലുള്ള വചനങ്ങളിലാണ്. ഈശോ കുരിശിൽ കിടക്കുമ്പോൾ താഴെ അമ്മയും ശിഷ്യനും നിൽക്കുന്നത് കണ്ട് ഈശോ അമ്മയോട് പറഞ്ഞു, ഇതാ നിൻ്റെ മകൻ. യോഹന്നാനോട് പറഞ്ഞു, ഇതാ നിൻ്റെ അമ്മ. അടുത്ത വാക്കിങ്ങനെയാണ്, അപ്പോൾ മുതൽ അവൻ അവളെ സ്വന്തം ഭവനത്തിൽ സ്വീകരിച്ചു. അപ്പോൾ ചെറിയ സംശയം എനിക്കുണ്ട്, യോഹന്നാൻ ഇപ്പോൾ കുരിശിൻ ചുവട്ടിലല്ല നിൽക്കുന്നത്, പിന്നെ എങ്ങനെ അപ്പോൾ മുതൽ ഭവനത്തിൽ സ്വീകരിച്ചത്? യോഹന്നാൻ നിൽക്കുന്നത് ഇപ്പം കുരിശിൻ ചുവട്ടിലല്ലേ, പിന്നെ എങ്ങനെയാണ് അപ്പോൾ മുതൽ ഭവനത്തിൽ സ്വീകരിച്ചത്? അപ്പോൾ മുതൽ തൻ്റെ ആത്മാവിലേക്ക് തൻ്റെ അമ്മയായി അവൻ സ്വീകരിച്ചു. ഹല്ലേലൂയ, 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 ഹല്ലേലൂയ. അമ്മയെന്ന് വിളിച്ച സമയത്ത് അമ്മ വന്ന് എൻ്റെ ഉള്ളിലേക്ക് കയറിയ സമയത്ത് അപ്പോൾ മുതൽ എൻ്റെ സ്വന്തം അമ്മയായി പരിശുദ്ധ കന്യാമറിയത്തെ ഞാൻ സ്വീകരിച്ചു. അപ്പോൾ ഒരുപക്ഷെ ഈ വ്യത്യാസം നിങ്ങൾക്ക് അറിയാമെന്ന് എനിക്ക് അറിഞ്ഞുകൂടാ. അതിനു മുമ്പ് എനിക്ക് പരിശുദ്ധ അമ്മയോട് എനിക്ക് ഭക്തി ഉണ്ടായിരുന്നു. പക്ഷേ ഈ സംഭവത്തോട് ചേർന്ന് പരിശുദ്ധ അമ്മ യഥാർത്ഥത്തിൽ എൻ്റെ അമ്മ ആണ് എന്ന അനുഭവം എനിക്കുണ്ടായി.
അതിപ്പോൾ 25 വർഷത്തോളമായിട്ട് തുടരുകയാണ്. ഹല്ലേലൂയ. ഹല്ലേലൂയ. അന്ന് വീട്ടിൽ എൻ്റെ അമ്മ ഇരിപ്പുണ്ട്, എൻ്റെ അമ്മ വീട്ടിലിരിപ്പുണ്ട്. ഈ ഭൂമിയിൽ എനിക്ക് ഏറ്റവും ഇഷ്ടമുണ്ടായിരുന്നത് എൻ്റെ വീട്ടിലുള്ള അമ്മച്ചിയായിരുന്നു. കാരണം അത്രമാത്രം അമ്മച്ചി കഴിഞ്ഞ വർഷം മരിച്ചുപോയി. അമ്മച്ചിക്ക് എന്നെ ഭയങ്കര ഇഷ്ടമായിരുന്നു, എനിക്ക് അമ്മച്ചിയും ഭയങ്കര ഇഷ്ടമായിരുന്നു. പക്ഷേ കന്യകാമറിയ എൻ്റെ അമ്മയാണെന്നുള്ള അനുഭവം ഉണ്ടായ ആ സമയം തൊട്ട് ഞാൻ പ്രത്യേകിച്ച് ഒന്നും ചെയ്യാതെ തന്നെ എനിക്ക് പരിശുദ്ധ അമ്മയോട് വിവരിക്കാൻ അവാച്യമായ രീതിയിലുള്ള ഭയങ്കര സ്നേഹവായ്പുണ്ടായി, ഭയങ്കരമായ സ്നേഹവായ്പുണ്ടായി. പരിശുദ്ധ അമ്മ എൻ്റെ യഥാർത്ഥ അമ്മയാണെന്നുള്ള വലിയ തിരിച്ചറിവിലേക്ക് പരിശുദ്ധാത്മ നയിക്കുകയായിരുന്നു. ഇനി ഞാൻ പറയാൻ പോകുന്നത് നിങ്ങൾ ശ്രദ്ധിച്ച് കേൾക്കുക, എല്ലാവരും ശ്രദ്ധിച്ച് കേൾക്കുക. എല്ലാവർക്കും അനുഗ്രഹം പ്രാപിക്കാവുന്ന ഒരു കാര്യമാണ് പറയാൻ വേണ്ടി പോകുന്നത്. കുരിശിൽ കിടന്നുകൊണ്ട് ഈശോ 2 വാക്കുകൾ പറഞ്ഞു. ഒന്ന്, ഇതാ നിൻ്റെ അമ്മ. മറ്റൊന്ന്, ഇതാ നിൻ്റെ പറഞ്ഞത്? ഇതാ നിൻ്റെ അമ്മ, ഇതാ നിൻ്റെ മകൻ. തലേ രാത്രിയിൽ, പെസഹാ രാത്രിയിലും ഈശോ 2 വാക്കുകൾ പറഞ്ഞിരുന്നു. അപ്പം മുറിക്കുന്ന സമയത്ത് എന്തൊക്കെയാണ് ഈശോ പറഞ്ഞ ഓർമ്മയുണ്ടോ? ഇതെൻ്റെ ശരീരമാകുന്നു നിങ്ങൾ, ഇതെൻ്റെ രക്തമാകുന്നു നിങ്ങൾ വാങ്ങി പാനം ചെയ്യും. തലേ ദിവസം ഇതെൻ്റെ ശരീരമാകുന്നു എന്ന് ഈശോ പറഞ്ഞപ്പോൾ എന്ത് സംഭവിച്ചു? അപ്പോൾ എന്ത് സംഭവിച്ചു? എന്തായിട്ട് മാറി? തലേ രാത്രിയിൽ ഇതെൻ്റെ ശരീരമാകുന്നു എന്ന് പറഞ്ഞ് ഈശോ അപ്പം വാഴ്ത്തിയപ്പോൾ അപ്പം എന്തായിട്ട് മാറി? പറഞ്ഞോ, തെറ്റ് പറഞ്ഞോ, കുമ്പസാരിക്കാമല്ല. എന്താ പറഞ്ഞത്? ഈശോ തന്നെയായിട്ട് മാറി, അല്ലെ ഈശോ തന്നെയായിട്ട് മാറി, ശരീരമായിട്ട് മാറി. ഇതിൻ്റെ രക്തമാകുന്നു എന്ന് പറഞ്ഞ് ഈശോ ആ വീഞ്ഞ് വാഴ്ത്തിയപ്പോൾ എന്തായിട്ട് മാറി? രക്തമായിട്ട് മാറി. അതേ ഈശോ തന്നെ അതേ നാവുകൊണ്ട് പിറ്റേ ദിവസം ഇതാ നിൻ്റെ അമ്മ എന്ന് പറഞ്ഞപ്പോൾ എന്ത് സംഭവിച്ചു കാണും? യഥാർത്ഥത്തിൽ ജസ്റ്റാസ് തലേദിവസം എങ്ങനെ അപ്പവും മീഞ്ഞും ഈശോയുടെ ശരീരവും രക്തവുമായിട്ട് മാറിയോ, ജസ്റ്റ് ആസ് അതുപോലെ തന്നെ ക്രിസ്ത്യാനികൾ യഥാർത്ഥത്തിൽ പരിശുദ്ധ അമ്മയുടെ മക്കളായിട്ട് മാറി. പരിശുദ്ധ അമ്മ യഥാർത്ഥത്തിൽ നമ്മളുടെ അമ്മയായിട്ട് മാറി. ഹല്ലേലൂയ, ഹല്ലേലൂയ. അതുകൊണ്ട് നിങ്ങളുടെ അമ്മയുടെ പേര് ചോദിച്ചു കഴിഞ്ഞാൽ നിങ്ങളിതൊരു ആലങ്കാരികമായിട്ട് എടുക്കരുത്, ഇതൊരു ആലങ്കാരികമായിട്ട് എടുക്കരുത്. ആലങ്കാരികം എടുത്തു കഴിഞ്ഞാൽ നിങ്ങൾ കുർബാന കണ്ടു കഴിയുമ്പോഴും ആലങ്കാരികമായിട്ടേ പറയാവുള്ളൂ ഈശോയാണെന്ന്. പരിശുദ്ധ കുർബാനയിൽ ഈശോ ഉള്ളത് യഥാർത്ഥമാണെങ്കിൽ കന്യകാമറിയം നമ്മുടെ അമ്മയാണെന്നുള്ളതും യഥാർത്ഥമാണ്. ഹല്ലേലൂയ, 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 ഹല്ലേലൂയ. വിശുദ്ധ ആഗസ്തീനോസ് ഒരിക്കൽ ഇപ്രകാരം പഠിപ്പിച്ചിട്ടുണ്ട്: പരിശുദ്ധ കന്യകാമറിയം യഥാർത്ഥത്തിൽ ക്രിസ്ത്യാനികളുടെ അമ്മയാണ്. യഥാർത്ഥത്തിൽ അതിൻ്റെ അർത്ഥം വീട്ടിലുള്ള നമ്മളുടെ അമ്മ യഥാർത്ഥ അമ്മയല്ല എന്നാണ്. നിങ്ങൾ ഭൂമിയിൽ ആരെയും അമ്മയെന്ന് വിളിക്കരുത്. നിങ്ങൾ ഭൂമിയിൽ ആരെയും പിതാവെന്ന് വിളിക്കുന്ന വെച്ച് പഠിപ്പിച്ചിട്ടില്ലേ? അല്ലേ? നിങ്ങളാരെയും ഭൂമിയിൽ പിതാവെന്ന് വിളിക്കരുത്, സ്വർഗസ്ഥനായ പിതാവാണെന്ന് പറഞ്ഞതുപോലെ മറ്റൊരു ആത്മീയ മർമ്മമാണ് നിങ്ങൾ ഭൂമിയിൽ ആരെയും അമ്മയെന്ന് വിളിക്കരുത്. നിങ്ങൾ അമ്മയെന്ന് വിളിക്കേണ്ടത് ആരെയാണ്? പരിശുദ്ധ കന്യകാമറിയത്തെയാണ്. ഹല്ലേലൂയ, 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 ഹല്ലേലൂയ. ഇതൊക്കെ ഇങ്ങനെയൊക്കെ മനസ്സിലാക്കി എടുത്തു കഴിഞ്ഞാൽ ഈ ഞാൻ ചോദിക്കാൻ പോകുന്ന അനുഗ്രഹം കിട്ടുന്നതിന് എന്തെങ്കിലും തടസ്സമുണ്ടാകുമെന്ന് വിചാരിക്കേണ്ട ആവശ്യമില്ല. ഇത് ശരിക്കും മനസ്സിലാകുകയാണെങ്കിൽ ചോദിക്കാതെ തന്നെ അനുഗ്രഹം കിട്ടുന്ന ഒരു സോഴ്സിലേക്ക് വരാൻ വേണ്ടിയാണ് നമ്മളിത് പങ്കുവയ്ക്കുന്നത്. പരിശുദ്ധ അമ്മയും നമ്മളുടെ ബന്ധം ശരിയായി കഴിഞ്ഞ് കഴിയുമ്പോൾ നമ്മൾ ചോദിക്കേണ്ട ആവശ്യം പോലും ഇല്ല. അങ്ങനെ സംഭവം ബൈബിളുണ്ടോ? കാനായിലെ കല്യാണ വിരുന്നിൽ ആ കുടുംബം അനുഗ്രഹിക്കപ്പെട്ടത് എങ്ങനെയാണ്? കാനായിലെ കല്യാണ വിരുന്നിൽ ആ കുടുംബം അനുഗ്രഹിക്കപ്പെട്ടത് എങ്ങനെയാണ്? വീഞ്ഞു തീർന്നുപോയ ആ കുടുംബം പരിശുദ്ധ അമ്മയുടെ അടുത്ത് പോയി എന്തെങ്കിലും നിവേദനം കൊടുത്തായിരുന്നോ? കൊടുത്തോ? ഒന്നും പറഞ്ഞില്ല. പരിശുദ്ധ അമ്മയുടെ അടുത്ത് പോയി ഞങ്ങളുടെ ഈ ആവശ്യം ഈശോയോട് പറയണമെന്ന് ഒരു മാധ്യസ്ഥവും നമ്മൾ നടത്തുന്നത് പോലെ മാധ്യസ്ഥവും ഒന്നും അവർ നടത്തിയില്ല. അവർക്കും മാതാവും തമ്മിൽ ശരിയായൊരു ബന്ധമുണ്ടായിരുന്നു. ആ കുടുംബത്തിനും മാതാവും തമ്മിലുള്ള ആ ശരിയായ ബന്ധത്തിൽ നിന്നാണ് അവർ ചോദിക്കാതെ പോലും ആ കുടുംബം അനുഗ്രഹിക്കപ്പെട്ടത്. ഹല്ലേലൂയ, 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 ഹല്ലേലൂയ. അപ്പോൾ പരിശുദ്ധ അമ്മ ആരാണെന്നറിഞ്ഞ്, അമ്മ നമ്മുടെ ആരാണെന്നറിഞ്ഞ് നമ്മൾ അമ്മയോട് ശരിയായ ബന്ധത്തിലായി കഴിഞ്ഞാൽ ഒന്ന്, നമ്മൾ ചോദിക്കുന്നത് ലഭിക്കും. രണ്ട്, നമ്മൾ ചോദിക്കാതെ പോലും നമുക്ക് ആവശ്യമായിരിക്കുന്നത് അമ്മ വാങ്ങിത്തരും. ഹല്ലേലൂയ, ഹല്ലേലൂയ. സ്വരമുയർത്തി ഒരു 7 പ്രാവശ്യം ഹല്ലേലൂയ, 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 ഹല്ലേലൂയ. ഹല്ലേലൂയ. എത്രയായി? 6. ഹല്ലേലൂയ. ഹല്ലേലൂയ. കൃത്യമായിട്ട് എണ്ണുന്നുണ്ട്, കൂടി പോകാതിരിക്കാൻ വേണ്ടി അല്ലേ?
നന്മ നിറഞ്ഞ മറിയമേ, സ്വസ്തി, കർത്താവ് അങ്ങയുടെ കൂടെ, സ്ത്രീകൾ അങ്ങ് അനുഗ്രഹിക്കപ്പെട്ടവളാകുന്നു. അങ്ങയുടെ ഉദരത്തിൻ ഫലമായ ഈശോ അനുഗ്രഹിക്കപ്പെടാനാവുന്നു. പരിശുദ്ധ മറിയമേ, തമ്പുരാന്റെ അമ്മേ, പാപികളായ ഞങ്ങൾക്ക് വേണ്ടി ഇപ്പോഴും ഞങ്ങളുടെ മരണസമയത്തും തമ്പുരാനോട് അപേക്ഷിക്കണമേ. ആമേൻ. അതായത് നമ്മൾ വിളിച്ചാൽ വിളി കേൾക്കുന്ന അകലെ, വിളിച്ചില്ലെങ്കിൽ തന്നെ നമുക്ക് അനുഗ്രഹം വാങ്ങിച്ചു തരുന്ന അകലത്തിൽ പരിശുദ്ധ അമ്മ നമ്മുടെ കൂടെയുണ്ട്. പരിശുദ്ധ കന്യകാമറിയത്തിന് പരിശുദ്ധ കത്തോലിക്ക സഭയിൽ 1600-ൽ പരം പേരുകളുണ്ട്. എത്ര പേരുണ്ട്? നിങ്ങൾക്ക് എത്ര പേരറിയാം? പരിശുദ്ധ അമ്മയുടെ എത്ര പേരുകൾ നിങ്ങൾക്കറിയാം? ഉദാഹരണം പറഞ്ഞു കഴിഞ്ഞാൽ ഗാവുൽത്ത മാതാവ്, അങ്ങനെയുള്ള മാതാവ് ഉണ്ടോ? 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 അങ്ങനത്തെ മാതാവ് ഉദ്ദേശിച്ചല്ല ഞാൻ പറഞ്ഞത്. അത് ഓരോ നമ്മളിപ്പോൾ ഞങ്ങളുടെ മിനിസ്ട്രിക്ക് മാതാവിൻ്റെ ഭക്തിയുണ്ട്. ഞങ്ങളുടെ IHS മിനിസ്ട്രി മാതാവ് നമ്മൾ പറയും. അങ്ങനെയല്ല ഞാൻ പറയാൻ ഉദ്ദേശിക്കുന്നത്. ഗാദുലൂപ്പ മാതാവ് കേട്ടില്ലേ? ഗാദുലൂപ്പ മാതാവ്, ലൂർദ് മാതാവ്, പിന്നെ ഏതാണ്? ബാത്തിമ മാതാവ്, കർമ്മല മാതാവ്, ആമലോൽപ്പ മാതാവ്, ദൈവമാതാവ്. അങ്ങനെ 1600-ൽ പരം പേരുകൾ മാതാവിനുണ്ട്. നമ്മുടെ ഈശോയ്ക്ക് ആകപ്പാടെ 4-5 പേരേ ഉള്ളൂ. പാവം കുടത്തേലുണ്ണി, പിന്നെ അങ്ങനെ ഒരു 1600-ൽ പരം പേരുകളുള്ള വ്യക്തിയാണ് മാതാവ്. ശ്രദ്ധിച്ച് കേൾക്കൂ. കന്യകാമറിയത്തിന് ഈ 1600-ൽ പരം പേരുകൾ എങ്ങനെ ലഭിച്ചു? അതാണ് പറയാൻ വേണ്ടി പോകുന്നത്. ഇത് കേട്ട് കഴിയുമ്പോൾ നിങ്ങൾക്ക് ഞാൻ നേരത്തെ പറഞ്ഞ ഒരു കാര്യം ബോധ്യമാകും. മാതാവ് എപ്പോഴും നമ്മുടെ കൂടെയുണ്ട്. മാതാവ് സ്വർഗത്തിലിരിക്കുന്ന വ്യക്തിയല്ല, അല്ല, സ്വർഗത്തിലുണ്ട് എന്നതുപോലെ തന്നെ മാതാവ് നമ്മുടെ കൂടെയും ഉണ്ട്. ഈശോ എങ്ങനെയാണല്ലോ, ഈശോ സ്വർഗാരോഹണം ചെയ്ത സ്വർഗത്തിലാണ്. ആ സ്വർഗത്തിലുള്ള ഈശോ അതുപോലെ തന്നെ, അല്ലെങ്കിൽ മറ്റൊരു രീതിയിൽ നമ്മുടെ കൂടെയുണ്ട് എന്ന് പറഞ്ഞതുപോലെ പരിശുദ്ധ അമ്മ സ്വർഗാരൂപിതയാണ്. നമ്മൾ കഴിഞ്ഞ ദിവസം തിരുനാൾ ആഘോഷിച്ചതാണ്. അതേസമയം ഈശോ കാൽവരിയിൽ വെച്ച് കൊടുത്ത ഉത്തരവാദിത്വം നിർവഹിച്ചുകൊണ്ട് പരിശുദ്ധ അമ്മ എപ്പോഴും സഭയിലുണ്ട്, ലോകത്തിലുണ്ട്. ഹല്ലേലൂയ, ഹല്ലേലൂയ. അതേക്കുറിച്ചാണ് സംസാരിക്കാൻ പോകുന്നത്. 1600-ൽ പരം പേരുകളുണ്ട്. ഈ പേരുകൾ എങ്ങനെ ഉണ്ടായി എന്നാണ് പറയാൻ വേണ്ടി. മാതാവിന് എങ്ങനെയാണ് 1600-ൽ പരം പേരുകൾ കിട്ടിയത്? നമ്മുടെയൊക്കെയാണെങ്കിൽ ഉള്ള പേര് കൂടി പോവുകയാണ് അല്ലേ? അപ്പോഴാണ് മാതാവിന് പേര് കൂടുതൽ കിട്ടിക്കൊണ്ടിരിക്കുകയാണ്. ഹല്ലേലൂയ, ഹല്ലേലൂയ. ഓക്കെ. മാതാവിൻ്റെ ഏറ്റവും വിഖ്യാതമായൊരു പേരാണ് കർമ്മല മാതാവ്. കേട്ടിട്ടുണ്ടോ നിങ്ങൾ ആ പേര്? കേട്ടിട്ടുണ്ട്. നമുക്ക് കത്തോലിക്ക സഭയിൽ ഏറ്റവും പ്രാധാന്യമുള്ള ഒരു ഭക്തിയും കർമ്മല മാതാവുള്ള ഭക്തിയാണ്. കർമ്മല സഭയുമായിട്ട് ബന്ധപ്പെട്ടൊക്കെയാണ് നമുക്കറിയാം. കർമ്മല സഭയുമായിട്ട് ബന്ധപ്പെട്ട് മാത്രമല്ല, അത് ആഗോള സഭയിലെ എല്ലാ വിശ്വാസികളെയും ബാധിക്കുന്നൊരു ഭക്തിയാണ്. അതേക്കുറിച്ച് സംസാരിക്കാം. ഇപ്പം മാതാവിന് ഈ പേര് വന്നത് എങ്ങനെയാണ്? കർമ്മല മാതാവ് എന്ന പേര് അമ്മയ്ക്ക് എങ്ങനെയാണ് വന്നത്? 1251 യൂറോപ്പിൽ കർമ്മല സഭയ്ക്ക് പ്രതിസന്ധി ഉണ്ടായ സമയത്ത് അന്ന് അതിൻ്റെ സുപ്പീരിയർ ആയിരുന്ന, അല്ലെങ്കിൽ പ്രിയോർ ആയിരുന്ന ഫാദർ സൈമൺ സ്റ്റോക്ക്, ഇന്ന് അദ്ദേഹം വിശുദ്ധനാണ്, വിശുദ്ധ സൈമൺ സ്റ്റോക്കാണ്. അന്ന് അദ്ദേഹം വിശുദ്ധനായിട്ടില്ല, അദ്ദേഹം അന്ന് അതിൻ്റെ സുപ്പീരിയർ ആയിരുന്നു. ഈ സൈമൺ സ്റ്റോക്ക് അച്ഛൻ തൻ്റെ സഭ ആകപ്പാടെ ഇങ്ങനെ അസ്വസ്ഥപ്പെടുന്ന കണ്ട്, തടസ്സങ്ങൾ നേരിടുന്നത് കണ്ട് ദീർഘമായ പ്രാർത്ഥനയിൽ ഏർപ്പെട്ടു. തപസ്സും പ്രാർത്ഥനയും നടത്തിക്കൊണ്ടിരിക്കുകയാണ്. അങ്ങനെ ഇരിക്കെ 1251 ജൂലൈ മാസം 16 പരിശുദ്ധ അമ്മ കർമ്മല മാതാവായി പ്രത്യക്ഷപ്പെട്ടു. നമ്മുടെ സൈമൺ സ്റ്റോക്ക് അച്ഛൻ പ്രാർത്ഥിച്ചത് പ്രധാനമായിട്ട് ഈശോയോടാണ്. പക്ഷേ പ്രത്യക്ഷപ്പെട്ടത് കർമ്മല മാതാവാണ്. കർമ്മല മാതാവിൻ്റെ പ്രത്യേകത എന്തൊക്കെയാണ്? മാതാവിൻ്റെ പ്രത്യേകത, കർമ്മല മാതാവ് എങ്ങനെ ഇരിക്കും? കർമ്മല മാതാവിൻ്റെ കയ്യിൽ ആരുണ്ട്? ഉണ്ണീശോയുണ്ട്. കൂടെ മാതാവിൻ്റെ വേറെ എന്തെങ്കിലും കയ്യിലുണ്ടോ? മാതാവിൻ്റെ കയ്യിൽ ഉത്തരവുണ്ട്. അപ്പം അങ്ങനെ തന്നെയാണ് വന്നത്. കർമ്മല മാതാവ് ഉണ്ണീശോയും കർമ്മല ഉത്തരയുമായി പ്രത്യക്ഷപ്പെട്ടു. എന്നിട്ട് മാതാവ് ഇങ്ങനെ പറഞ്ഞു, ശ്രദ്ധിച്ച് കേൾക്കണേ, എൻ്റെ പ്രിയപ്പെട്ട മോനെ, നീയും നിൻ്റെ സഭയും ഇപ്പോൾ അനുഭവിക്കുന്ന പ്രതിസന്ധിയിൽ നിന്ന് രക്ഷപ്പെടാനുള്ള വഴി ഈ കർമ്മല ഉത്തരീയം, ഈ കർമ്മല ഉത്തരീയം നിങ്ങൾ ധരിക്കുകയും നീയും നിൻ്റെ സഭയുള്ളവരും ഇത് ശരിയായ രീതിയിൽ ധരിച്ച് ഇതിൻ്റെ ഭക്തി ശരിയായി മനസ്സിലാക്കുകയും ഈ ഭക്തി എമ്പാടും പ്രചരിപ്പിക്കുകയും വേണം. ഇത് പറഞ്ഞു, ഈ കർമ്മലി ഉത്തരീയം ധരിച്ച് മരിക്കുന്നവരാരും ഒരിക്കലും നിത്യാഗ്നി കാണുകയില്ല, നരകത്തിൽ പോവുകയില്ലെന്ന് പറഞ്ഞു. യുഗാന്ത്യം വരെ ഇതെന്നും നിത്യരക്ഷയുടെ അച്ചാരമായിരിക്കും. അതായത് കർമ്മല ഉത്തരീയം ധരിച്ച് മരിക്കുന്നവരാരും ഒരിക്കലും
നരകത്തിൽ പോവുകയില്ല, അതെന്നും നിത്യരക്ഷയുടെ അച്ചാരമായിരിക്കും എന്ന് പറഞ്ഞു. നിങ്ങൾ കഴുത്തിലുണ്ടോ ഈ ഉത്തരീയം? ഉത്തരീയം കഴുത്തിലുള്ളവരെന്ന് കൈവൃത്തിക്ക്. ഉത്തരീയം കഴുത്തിലുള്ളവർ ഹല്ലേലൂയ. ഉത്തരീയം ഇല്ലെങ്കിലും ഹല്ലേലൂയ പറയും അല്ലേ? അപ്പോൾ അങ്ങനെ കൊടുത്തതാണ് ഈ കർമ്മല ഉത്തരീയം. ഇനി പറയുന്നത് ശ്രദ്ധിച്ച് കേട്ടെ. പരിശുദ്ധ കത്തോലിക്കാ സഭയെ നയിക്കുന്നത് ആരാണ്? പരിശുദ്ധ കത്തോലിക്കാ സഭയെ നയിക്കുന്ന ആരാണ്? ഇപ്പം ഞാൻ ചെറിയൊരു വാട്സപ്പ് ഗ്രൂപ്പ് തുടങ്ങി. ആ വാട്സപ്പ് ഗ്രൂപ്പ് വിശുദ്ധനാകാൻ ആഗ്രഹിക്കുന്നവർ പങ്കുചേരുക എന്ന് പറഞ്ഞ ഗ്രൂപ്പ് ആരംഭിച്ചു. അപ്പോൾ അതിനകത്ത് തീഷ്ണതയോടുകൂടി ഒരു ചേച്ചി കടന്നു വന്നു. അപ്പം ചേച്ചി ചില വീഡിയോസൊക്കെ എനിക്കിങ്ങനെ പേഴ്സണൽ ഷെയർ ചെയ്യാൻ തുടങ്ങി. അതൊക്കെ പലതും കത്തോലിക്കാ സഭയുടെ പ്രബോധനങ്ങൾക്ക് വിരുദ്ധമാണ്. ചേച്ചിയാകട്ടെ വിശുദ്ധിയാകാൻ വേണ്ടി ഇങ്ങനെ കൊതിച്ചിരിക്കുകയാണ് താൻ. അപ്പോൾ ഒരു ദിവസം ഞാൻ ചോദിച്ചു, ചേച്ചി എന്നെ ഇങ്ങനത്തെ വീഡിയോ ഒക്കെ ഷെയർ ചെയ്യുന്നത്? അതേ ബ്രദറെ, നമ്മുടെ ഫ്രാൻസിസ് പാപ്പ ഇങ്ങനെ പോപ്പായ സമയത്ത് കറുത്ത പുക പൊങ്ങി അറിഞ്ഞായിരുന്നോ? ആൾ ശരിയല്ല, ആൾ അന്തിക്രിസ്തുവാണ്. ചേച്ചി ഇപ്പം വിശുദ്ധിയാകാൻ വേണ്ടി നോക്കിയിരിക്കുകയാണ്. സന്ദർഭമായിട്ട് പറഞ്ഞതാണ്. അപ്പം പോപ്പിൻ്റെ പേര് നിങ്ങൾ പറഞ്ഞപ്പോൾ പെട്ടെന്നൊരു പ്രേരണ, ഇങ്ങനൊരു കാര്യം കൂടി പറയണമെന്ന്. അതായത് പരിശുദ്ധ കത്തോലിക്കാ സഭയെ നയിക്കുന്നത് മാർപ്പാപ്പയല്ല, പരിശുദ്ധ കത്തോലിക്കാ സഭയെ നയിക്കുന്നത് പരിശുദ്ധാത്മാവാണ്. ഹല്ലേലൂയ, 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 ഹല്ലേലൂയ. പരിശുദ്ധാത്മാവിൻ്റെ ഉപകരണ രീതിയിൽ മാർപ്പാപ്പയും മെത്രാന്മാരും കൂടി സഭയുടെ ബാഹ്യഘടനയിൽ ശുശ്രൂഷ ചെയ്യുന്നുണ്ടെങ്കിലും കത്തോലിക്കാ സഭയുടെ യഥാർത്ഥ നിയന്താവാരാണ്? പരിശുദ്ധാത്മാവാണ്. ശ്രദ്ധിച്ചു കേൾക്കുക. കർമ്മല മാതാവ് എന്ന പേര് പരിശുദ്ധ അമ്മയ്ക്ക് വന്നത് പരിശുദ്ധ കത്തോലിക്കാ സഭയിൽ ഒരു ഗുരുതരമായ പ്രശ്നമുണ്ടായ സമയത്ത് സഭയിലെ ഒരു സന്യാസഭയുടെ സ്ഥാപകൻ ദൈവത്തോട് പ്രാർത്ഥിച്ചപ്പോൾ ആ പ്രശ്നത്തിനുള്ള പരിഹാരമായിട്ട് ദൈവ സ്വർഗത്തിൽ നിന്ന് അയച്ചതാണ് ഈ കർമ്മല മാതാവിനുള്ള പ്രത്യേക ഭക്തി. അങ്ങനെയെങ്കിൽ 1600 പേരുകൾ മാതാവിന് കിട്ടിയത് എങ്ങനെയെന്ന് വെച്ച് കഴിഞ്ഞാൽ 1600 പ്രാവശ്യമെങ്കിലും കത്തോലിക്കാ സഭയിൽ പ്രശ്നങ്ങളുണ്ടായ സമയത്ത് സ്വർഗത്തിൽ നിന്ന് മാതാവിനെ ഭൂമിയിലേക്ക് അയച്ചതിൻ്റെ പേരിലാണ്. ഹല്ലേലൂയ, ഹല്ലേലൂയ. അതിൻ്റെ മറുവശം മാതാവ് എപ്പോഴും എവിടെയുണ്ട്? എപ്പോഴും ഇവിടെ തന്നെ ഉണ്ട്. കാരണം പോകാൻ സമയമില്ല. കാരണം സഭയിൽ നിരന്തരമായ പ്രശ്നങ്ങൾ ഉണ്ടാകുന്നു. എല്ലാ പ്രശ്നങ്ങൾക്കും തന്നെ ഒരു പ്രതിവിധിയായി ഉത്തരമായി സ്വർഗം അയക്കുന്നത് പരിശുദ്ധ അമ്മയാണ്. വിശുദ്ധനായ ജോൺ പോൾ രണ്ടാം മാർപ്പാപ്പ അതുകൊണ്ട് മാതാവിനൊരു പേര് പോലും കൊടുത്തിട്ടുണ്ട്. അത് സ്വർഗത്തിൻ്റെ വക്താവ് എന്നാണ്. ഹല്ലേലൂയ, 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 ഹല്ലേലൂയ. അതായത് സഭയിൽ നിരന്തരമായ പ്രശ്നങ്ങളുടെ സമയത്ത് വാസ്തവത്തിൽ സഭയിൽ പ്രശ്നങ്ങൾ ഉണ്ടാകുമ്പോൾ ആരാ അത് പരിഹരിക്കേണ്ടത്? പരിശുദ്ധാത്മാവാണ് സഭയെ നയിക്കുന്നതെങ്കിൽ ഈ പ്രശ്നങ്ങൾ ഉണ്ടാകുന്ന സമയത്ത് ആരാണ് ഈ പ്രശ്നങ്ങൾ പരിഹരിക്കേണ്ടത്? പരിശുദ്ധാത്മാവാണല്ലേ? പരിശുദ്ധാത്മാവാണ് ഇത് പരിഹരിക്കേണ്ടത്. പക്ഷേ പരിശുദ്ധാത്മാവ് നേരിട്ട് പരിഹരിക്കുകയല്ല ചെയ്യുന്നത്. പരിശുദ്ധാത്മാവ് അതിനെ പ്രധാനമായി ഉപകരണമാക്കുന്നത് പരിശുദ്ധ അമ്മയാണ്. ഇപ്പം ഞാൻ നിങ്ങളോട് ചോദ്യം ചോദിച്ചു കഴിഞ്ഞാൽ നിങ്ങൾ കള്ളം പറയാതെ ഉത്തരം പറയണം. കള്ളം പറഞ്ഞു കഴിഞ്ഞാൽ പോയി കുമ്പസാരിക്കുകയും ചെയ്തോണം കേട്ടോ. ചോദിച്ചു കഴിഞ്ഞിട്ട് സത്യസന്ധമായ ഉത്തരം പറയണം. കള്ളം പറഞ്ഞു കഴിഞ്ഞാൽ പോയി കുമ്പസാരിച്ചോ. നിങ്ങൾക്ക് പരിശുദ്ധ അമ്മയോടാണോ പരിശുദ്ധാത്മാവിനോടാണോ കൂടുതൽ സ്നേഹമുള്ളത്? കള്ളം പറയരുത്. പരിശുദ്ധാത്മാവിനോട് എന്നുള്ളവർ മാത്രം കൈവെക്കുക. കള്ളം പറയരുത്. കുമ്പസാരിപ്പിക്കാൻ അച്ഛന്മാർക്ക് സമയമില്ല, കുർബാന അനുസരിച്ച് പറയുക ഉണ്ടാകുന്നതാണ്. കള്ളം പറയരുത്. ഇപ്പോൾ രാജൻ ബ്രദറെ നോക്കിക്കേ, പാഷണ്ടികളാണ് ഭൂരിഭാഗം ഇരിക്കുന്നത്. ഏതാനും പേർക്കേ പരിശുദ്ധാത്മാവിന്റെ സ്നേഹമുള്ളൂ. അവർക്ക് അതിനേക്കാൾ കൂടുതൽ സ്നേഹമുള്ളത് മാതാവിനോടാണ്. ഇത് കഷ്ടമായി പോയല്ലോ. പരിശുദ്ധാത്മാവ് ദൈവമാണ്, പരിശുദ്ധാത്മ വെറുമൊരു സൃഷ്ടിയാണ്. എന്നിട്ട് നിങ്ങൾക്ക് പരിശുദ്ധാത്മാവിനേക്കാൾ കൂടുതൽ സ്നേഹം പരിശുദ്ധമ്മയോടാണ്. കാര്യം മനസ്സിലായോ? ഇതെങ്ങനെ ശരിയാവും? ഇത് ശരിയാണോ? ഇതൊന്നാം പ്രമാണ ലംഘനമല്ലേ ഇത്? നിങ്ങൾക്ക് കാര്യമായിട്ട് മനസ്സിലായില്ലെങ്കിലും സംശയമെങ്കിലും ഉണ്ടാക്കിയിട്ട് പോകാമെന്ന് ഞാൻ വിചാരിക്കുന്നു. പരിശുദ്ധ അമ്മയെക്കുറിച്ച് ഏറ്റവും മനോഹരമായൊരു ഗ്രന്ഥം എഴുതിയ വ്യക്തിയാണ്. പക്ഷേ ഇതിനേക്കാൾ മനോഹര ഗ്രന്ഥം വേറെ കാണുകയില്ല. അത്രയും മനോഹരമായ ഗ്രന്ഥം എഴുതിയ വ്യക്തിയാണ് മിസ്റ്റർ ലൂയിസ് മോൺഫോർട്ട്. പറ്റുമെങ്കിൽ നിങ്ങൾ പുസ്തകം മേടിച്ച് വായിക്കുക. ആ പുസ്തകത്തിൻ്റെ പേര് യഥാർത്ഥ മരിയ ഭക്തി എന്നാണ്. യഥാർത്ഥ മരിയ ഭക്തി. ആ പുസ്തകം മുഴുവൻ പരിശുദ്ധ അമ്മയെ നമ്മൾ സ്നേഹിക്കണം എന്നതിനെക്കുറിച്ചാണ്. പക്ഷേ
ആ പുസ്തകത്തിൻ്റെ ആദ്യ അധ്യായത്തിൽ വളരെ പ്രധാനപ്പെട്ട ഒരു കാര്യം അദ്ദേഹം പറയുന്നുണ്ട്. പരിശുദ്ധ അമ്മയോടുള്ള സ്നേഹം യേശുക്രിസ്തുവിനോടുള്ള സ്നേഹത്തിൽ നിന്ന്, ദൈവം തന്നെയായ ഈശോയുള്ള സ്നേഹത്തിൽ നിന്ന് ഒരു തരിയെങ്കിലും നിങ്ങൾക്ക് കുറയ്ക്കുന്നുണ്ടെങ്കിൽ ആ ഭക്തി പൈശാചികമായ ഇടപെടലാണ്. അദ്ദേഹം പറയുകയാണ്, ഈശോ ഒരു കടലാണെങ്കിൽ, ഈശോ അല്ലെങ്കിൽ പരിശുദ്ധാത്മാവ് പിതാവ് ദൈവം ഒരു കടലാണെങ്കിൽ ഒരു വെള്ളത്തുള്ളി പോലുമില്ല ആര്? മറിയം. അങ്ങനെ ഇരിക്കെ പരിശുദ്ധാത്മാവിനേക്കാൾ കൂടുതൽ സ്നേഹം പരിശുദ്ധ അമ്മയോട് വന്നു കഴിഞ്ഞാൽ അവിടെ ചില പ്രശ്നമുണ്ട്. അപ്പോൾ ഇത് നിങ്ങൾ പേടിക്കേണ്ട ആവശ്യമില്ല. ഇത് ആദ്യ സംഭവമല്ല. കഴിഞ്ഞ 20ഓളം വർഷമായിട്ട് ഞാൻ കേരളത്തിലെ പ്രധാനപ്പെട്ട ധ്യാന സെൻ്ററുകളെല്ലാം ധ്യാനിപ്പിച്ചിട്ടുണ്ട്. വൈദികർക്ക് സിസ്റ്റേഴ്സും ഒക്കെയുള്ള ധ്യാനം നടത്തിയിട്ടുണ്ട്. എല്ലാ സ്ഥലത്ത് പോയി ചോദ്യം ചോദിക്കുമ്പോഴും എല്ലാവരും തന്നെ പറഞ്ഞിരിക്കുന്നത് തന്നെയാണ്. അവരെല്ലാം പറഞ്ഞിരിക്കുന്നത് ഞങ്ങൾക്ക് പരിശുദ്ധാത്മാവിനേക്കാൾ സ്നേഹം പരിശുദ്ധ അമ്മയോടാണെന്നാണ് പറഞ്ഞിരിക്കുന്നത്. ഇപ്പോൾ ഒരു ആശ്വാസമായില്ലേ? ഞങ്ങൾ മാത്രമല്ല, ഭൂരിഭാഗം പേരും തെറ്റിൽ തന്നെയാണെന്ന് പറഞ്ഞു കഴിഞ്ഞപ്പോൾ ഒരു ആശ്വാസമായില്ലേ? പക്ഷെ നിങ്ങൾ വിഷമിക്കാൻ ആവശ്യമില്ല. ഇതിനകത്തൊരു പ്രത്യേക രഹസ്യമുണ്ട്. ഹല്ലേലൂയ. അതാണ് തൊട്ട് മുമ്പ് ഞാൻ പറഞ്ഞത്. പരിശുദ്ധാത്മാവ് ചെയ്യേണ്ട പ്രവൃത്തികൾ പരിശുദ്ധാത്മാവ് പ്രധാനമായും ചെയ്യുന്നത് പരിശുദ്ധ അമ്മയിലൂടെയാണ്. ഹല്ലേലൂയ. അങ്ങനെ പരിശുദ്ധാത്മാവും പരിശുദ്ധ അമ്മയും തമ്മിൽ ഒരു പ്രത്യേക ബന്ധത്തിലാണ്. ഈ ബന്ധം തെറ്റിദ്ധരിച്ചിട്ടാണ് നിങ്ങൾ അയൽവക്കത്തുള്ള ഇരിങ്ങാലക്കുടയിലെ ഇമ്മാനുവൽ എംബററുകാർ പരിശുദ്ധാത്മാവ് തന്നെയാണ് മാതാവെന്ന് തെറ്റിദ്ധരിപ്പിക്കുന്നത്. ഈ ബന്ധത്തെ അല്പം ഒന്ന് തെറ്റിപ്പോയതാണ്. പരിശുദ്ധാത്മാവും മാതാവും തമ്മിൽ ഒരു പ്രത്യേക ബന്ധമുണ്ട്. പരിശുദ്ധാത്മാവിൽ നിന്ന് കന്യകാമറിയത്തെ വേർപെടുത്താൻ സാധിക്കാത്ത പോലുള്ള ഒരു പ്രത്യേക സ്നേഹബന്ധത്തിലാണ്. പരിശുദ്ധാത്മാവിൻ്റെ മണവാട്ടിയായ കന്യകാമറിയത്തിൽ കൂടിയാണ് പരിശുദ്ധാത്മാവ് പ്രധാനമായും സഭയിൽ പ്രവർത്തിക്കുന്നത്. അതുകൊണ്ട് നിങ്ങൾ പരിശുദ്ധ അമ്മയെ സ്നേഹിക്കുമ്പോൾ നിങ്ങൾ പരിശുദ്ധാത്മാവിനെ ആരാധിക്കുകയാണ് ചെയ്യുന്നത്. ഹല്ലേലൂയ, 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 ഹല്ലേലൂയ. അതുകൊണ്ട് പരിശുദ്ധ അമ്മയോടുള്ള യഥാർത്ഥ ഭക്തി നിങ്ങൾ പേടിക്കേണ്ട ആവശ്യമില്ല. പക്വമായ ഭക്തി അത് പരിശുദ്ധാത്മാവിന് തന്നെയുള്ള ആരാധനയാണ്. കാരണം പരിശുദ്ധാത്മാവ് പരിശുദ്ധ അമ്മയിലൂടെ പ്രവർത്തിക്കുകയാണ്. ഒത്തിരി വിശദീകരണം ആവശ്യമുള്ള ഒരു ദൈവശാസ്ത്ര മേഖലയാണ്. അതിലേക്കൊന്നും പോകുന്നില്ല. നമുക്ക് കുറച്ച് മനസ്സിലാക്കിയെടുക്കാവുന്ന ഞാൻ പറയാൻ ഇത്രയേ ഉദ്ദേശിച്ചുള്ളൂ. പരിശുദ്ധ അമ്മ എപ്പോഴും ഭൂമിയിലുണ്ട്. പരിശുദ്ധ അമ്മ എപ്പോഴും ഭൂമിയിലുണ്ട്. ഈ 2-3 വർഷങ്ങൾക്ക് മുമ്പ് POC കാര്യാലയത്തിൽ നിന്ന് KCBC ഒരു പുസ്തകം പുറത്തിറക്കുകയുണ്ടായി. പറ്റുമെങ്കിൽ മേടിച്ച് വായിക്കുക. അതിൻ്റെ പേര് മരിയൻ പ്രബോധനങ്ങൾ എന്നാണ്. മരിയൻ പ്രബോധനങ്ങൾ. 5-ാം നൂറ്റാണ്ട് മുതൽ ഈ അടുത്ത കാലഘട്ടം വരെ നമ്മുടെ മാർപ്പാപ്പന്മാർ പരിശുദ്ധ അമ്മയെക്കുറിച്ച് എഴുതിയിട്ടുള്ള എല്ലാ ചാക്രി ലേഖനങ്ങളിലെയും അപ്പോസ്തോലിക ലേഖനങ്ങളെല്ലാം സമാഹാരമാണ് ഈ വലിയ പുസ്തകം. ആ പുസ്തകം മേടിച്ച് വായിച്ചപ്പോൾ എന്നെ അത്ഭുതപ്പെടുത്തിയ ഒരു കാര്യം ആദിമ നൂറ്റാണ്ട് മുതൽ സഭയുടെ ഒരു ശീലം, സഭയുടെ ഒരു പാരമ്പര്യം, കത്തോലിക്കാ സഭയിൽ എപ്പോഴെങ്കിലും ഗുരുതരമായ പ്രശ്നമുണ്ടായി കഴിഞ്ഞാൽ അന്നത്തെ മാർപ്പാപ്പന്മാർ ചെയ്തിരുന്നത് പെട്ടെന്ന് അവർ സഭയെ പരിശുദ്ധ അമ്മയ്ക്ക് പരമേൽപ്പിക്കും. അല്ലെങ്കിൽ വിശ്വാസികളോട് പറയും, പരിശുദ്ധ അമ്മയോട് പ്രാർത്ഥിക്കാൻ പറയും. അങ്ങനെ ആദിമ നൂറ്റാണ്ട് മുതൽ എല്ലാ പ്രതിസന്ധി ഘട്ടങ്ങളിലും അപ്പം എന്നെ വിസ്മയിപ്പിച്ചെന്നറിയാമോ? പരിശുദ്ധ കുർബാന സഭയിലുണ്ട്. പരിശുദ്ധ കുർബാന സഭയുള്ളപ്പോൾ പരിശുദ്ധ കുർബാനയ്ക്ക് പോയി പ്രാർത്ഥിക്കാനല്ല മാർപ്പാപ്പന്മാർ പറഞ്ഞത്. നേരെ മറിച്ച് പരിശുദ്ധ അമ്മയിൽ ആശ്രയിച്ച് പ്രാർത്ഥിക്ക്, ഈ പ്രശ്നങ്ങളെ മറികടക്കാൻ എന്നാണ് മാർപ്പാപ്പന്മാർ പ്രബോധിപ്പിച്ചിരുന്നത്. അത് നിങ്ങൾ ആ പുസ്തകങ്ങൾ മേടിച്ച് വായിക്കുമ്പോൾ അതിനകത്ത് കാണാൻ വേണ്ടി സാധിക്കും. കുരിശുയുദ്ധ സമയത്ത് പോലും സഭ വിജയിച്ചത് ഇങ്ങനെ പരിശുദ്ധ അമ്മയോട് മാധ്യസ്ഥം വഹിച്ചാണെന്നുള്ളത് നിങ്ങൾക്കറിയാമായിരിക്കും. തോറ്റു കിടന്നിരുന്ന തലേദിവസം വരെ തോറ്റുപോകുന്ന ഉറപ്പിച്ചിരുന്ന ഈ കുരിശുയുദ്ധം പിറ്റേ ദിവസം രാവിലെ അല്ലെങ്കിൽ ഉച്ചയോടടുത്ത സമയത്ത് കത്തോലിക്കാ സഭ ജയിച്ചത് മാർപ്പാപ്പയും വിശ്വാസികളും റോമിൽ വത്തിക്കാനിൽ കൂടി പരസ്യമായി ജപമാല പ്രാർത്ഥന ചൊല്ലിയാണ്. ഹല്ലേലൂയ, 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 ഹല്ലേലൂയ. അതായത് ഈശോ നമ്മുടെ കൂടെ ഉള്ളതുപോലെ, ഞാൻ പറയാൻ ഉദ്ദേശിച്ചത്, ഈശോ നമ്മുടെ കൂടെ ഉള്ളതുപോലെ ആര് നമ്മുടെ കൂടെ ഉണ്ട്? പരിശുദ്ധ അമ്മയും എപ്പോഴും നമ്മുടെ കൂടെ ഉണ്ട്. അതുകൊണ്ട് സ്വർഗത്തിലേക്ക് മാത്രം നോക്കി, സ്റ്റാച്യുവിലേക്ക് മാത്രം നോക്കി പ്രാർത്ഥിക്കാതെ ഹൃദയത്തിലേക്ക് നോക്കി പ്രാർത്ഥിച്ചാലും നമുക്ക് മാതാവിനോട് സ്നേഹിക്കാൻ വേണ്ടി പറ്റും. കാരണം മാതാവ് നമ്മുടെ കൂടെ, മാതാവ് തൻ്റെ സാന്നിധ്യം നൽകിക്കൊണ്ട് നമ്മുടെ കൂടെ എപ്പോഴും ഉണ്ട്. ഇതിൻ്റെ
ഒരു ആലങ്കാരിക വാക്കുകളല്ല, കഴിഞ്ഞ 25 വർഷമായിട്ട് ഞാൻ അനുഭവിച്ചുകൊണ്ടിരിക്കുന്ന ഒരു യാഥാർത്ഥ്യമാണ്. ഒന്ന് രണ്ട് സംഭവങ്ങൾ പറയുകയാണെങ്കിൽ, ഒരു ദിവസം രാത്രി ഒരു 7-8 മണി ഒരു 9 മണി സമയം കഴിഞ്ഞു. അപ്പം കുട്ടികൾ ഉറങ്ങി, ഞാനും ഭാര്യയുണ്ട്. ഞാൻ കൊന്തയില്ലിക്കൊണ്ട് ഇങ്ങനെ റൂമിൽ കൂടെ നടക്കുകയാണ്. ഭാര്യയ്ക്ക് ഇടയ്ക്ക് ഉണ്ടാകുന്നൊരു പ്രശ്നമാണ് എക്കിളെടുക്കുക. എക്കിളെന്ന് പറഞ്ഞാൽ അറിയാമോ? തൃശ്ശൂർ ഭാഗത്ത് എക്കിളുണ്ടോ? ഉണ്ട്. അപ്പോൾ എക്കിൾ എല്ലാവർക്കും എടുക്കാൻ സാധ്യതയുണ്ട്. പക്ഷേ ഭാര്യയ്ക്കുള്ള പ്രശ്നം എക്കിളെടുക്കും, പക്ഷേ നിൽക്കുകയല്ല. ഇത് കണ്ടു കഴിഞ്ഞാൽ വലിവ് വന്ന പോലെ ഇങ്ങനെ നമുക്ക് കണ്ടു കഴിഞ്ഞാൽ പേടിയാവും. അപ്പോൾ ചില സമയങ്ങളിൽ അങ്ങനെ ഉണ്ടായിട്ടുണ്ട്. പിന്നെ ഹോസ്പിറ്റലിൽ പോകുന്നവർക്ക് ചിന്തിച്ചു. ഇവിടെ ഇങ്ങനെ രാത്രിയായി എക്കിളെടുക്കാൻ വേണ്ടി തുടങ്ങി. ഭയങ്കരമായിട്ട് ഇത് കൂടിക്കൂടി വരികയാണ്. അപ്പോൾ ഞാൻ കൊന്ത ചൊല്ലിക്കൊണ്ടിരുന്ന സമയത്ത് പെട്ടെന്ന് എൻ്റെ ഉള്ളിൽ പെട്ടെന്ന് പരിശുദ്ധാത്മ പ്രേരിപ്പിക്കുകയാണ്. മാതാവിന് ഈ ഭാര്യയെ സമർപ്പിച്ച് പ്രാർത്ഥിക്കാൻ വേണ്ടി. അങ്ങനെ ഞാൻ മനസ്സിൽ അമ്മയെന്ന് ഞാൻ വിളിച്ചിട്ട് ഞാൻ നോക്കുമ്പോൾ ഭാര്യ വാ പൊളിച്ച് ഇങ്ങനെ ഇരിപ്പുണ്ട്. അപ്പോൾ അവൾ പറഞ്ഞത്, ഇനി ഒന്ന് എക്കിളെടുത്തേക്കാൻ നോക്കിയിട്ട് പോലും എക്കിൾ വരുന്നില്ലെന്നാണ് പറഞ്ഞത്. എക്കിളെടുത്തേക്കാൻ തെരുതിൽ എക്കിളുന്ന സമയത്ത് ഇങ്ങനെ അമ്മയെ ഞാൻ വിളിച്ച് തുടങ്ങിയ സമയത്ത് തന്നെ അങ്ങ് നിന്നിട്ട് വാ പൊളിഞ്ഞിരിക്കുകയാണ്. പിന്നെ എക്കിളെടുത്തേക്കാൻ നോക്കിയിട്ട് പോലും എക്കിൾ പിന്നീട് വരുന്നില്ല. അപ്പോൾ ഇതിനേക്കാൾ വലിയ സംഭവമുണ്ട്. ചെറിയ സംഭവം മനഃപൂർവ്വം പറഞ്ഞതാണ്. എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ, പരിശുദ്ധ അമ്മ നമ്മുടെ കൂടെ ഉള്ളതുകൊണ്ട് ഏറ്റവും ചെറിയ കാര്യങ്ങളിൽ കൂടിയും നമ്മൾ ആവശ്യ സമയത്ത് വിളിച്ചു കഴിഞ്ഞാൽ സ്വർഗത്തിൽ നിന്ന് ഭൂമിയിലേക്ക് ഇറങ്ങേണ്ട ആവശ്യമില്ല. സ്വർഗവും ഭൂമി ഒന്ന് തന്നെയാണ്, അടുത്ത് തന്നെയാണ്. എങ്കിൽ ഞാൻ പറയത്, അത്രമാത്രം അമ്മ നമ്മുടെ അടുത്തുണ്ട്. പക്ഷെ അതിന് മുമ്പ് സംഭവിക്കേണ്ട ഒരു കാര്യം, പരിശുദ്ധ കന്യകാമറിയം യഥാർത്ഥത്തിൽ, വാക്കെന്ന് ആവർത്തിച്ച്, യഥാർത്ഥത്തിൽ എൻ്റെ അമ്മയാണ് ഞാൻ വിശ്വസിക്കണം. യഥാർത്ഥത്തിൽ. ഹല്ലേലൂയ, ഹല്ലേലൂയ, ഹല്ലേലൂയ. വീട്ടിലിരിക്കുന്ന അമ്മയെപ്പോലൊരു അമ്മയല്ല കന്യകാമറിയം. എൻ്റെ വീട്ടിലുള്ള, അല്ലെങ്കിൽ ഈശോയ്ക്ക് ഇങ്ങനെ പറഞ്ഞാൽ മതിയായിരുന്നു, യോഹന്നാനെ, ഇതാ നിൻ്റെ അമ്മയെപ്പോലൊരു അമ്മയെ നിനക്ക് ഞാൻ തരുന്നു, അല്ലെങ്കിൽ എൻ്റെ അമ്മയെ നിനക്ക് തരുന്നു. അങ്ങനെയൊന്നുമല്ല പറഞ്ഞത്, ഇതാ നിൻ്റെ അമ്മ എന്നാണ് പറഞ്ഞത്. അപ്പോൾ ഈശോ ഒരു കാര്യം പറഞ്ഞു കഴിഞ്ഞാൽ അവിടെ സംഭവിക്കുകയാണ്. സംഭവിക്കട്ടെ, വെളിച്ചമുണ്ടാകട്ടെ, ഉണ്ടാകുന്നു. ഇതാ നിൻ്റെ അമ്മയെന്ന് പറഞ്ഞ സമയത്ത് തന്നെ നിങ്ങൾക്കറിയാം, യോഹന്നാൻ നമ്മളെ എല്ലാവരുടെയും പ്രതിനിധിയായിട്ടാണ് അവിടെ നിൽക്കുന്നത്. യോഹന്നാൻ്റെ സ്ഥാനത്ത് നമ്മളുണ്ട്, ക്രിസ്ത്യാനികളുണ്ട്. കുറച്ചുകൂടെ അപ്പുറത്തേക്ക് പോയി കഴിഞ്ഞാൽ സകല ജനപദങ്ങളും ഇവിടെ ഉണ്ട്. എല്ലാവരുടെയും യഥാർത്ഥ അമ്മയായിട്ട് പരിശുദ്ധ അമ്മയെ മാറുകയാണ്. അതുകൊണ്ട് നമ്മൾ വിളിച്ചാൽ, വിളി കേൾക്കുന്ന സമയത്ത് നിങ്ങളുടെ വിശ്വാസം വർദ്ധിക്കട്ടെ, നിങ്ങൾ പരിശുദ്ധ അമ്മയെ പൂർണ്ണമായിട്ട് ആശ്രയിക്കട്ടെ. ഈ നാട് തോറും ഓടി നടക്കാതെ, ഒരു ചെറിയ പ്രശ്നങ്ങളിലും വലിയ പ്രശ്നങ്ങളിലും പ്രശ്നപരിഹാരം വീടിനകത്ത് തന്നെ ഉണ്ടായിരുന്നിട്ട് ഓടി നടന്ന് അലഞ്ഞ് സംഘർഷപ്പെട്ട് കെണിയിൽപ്പെട്ട് പോകാതിരിക്കട്ടെ എന്നുകൂടി പറയാൻ വേണ്ടിയാണ് ഈ ഒരു സംഭവം കൂടി പറയുന്നത്. എൻ്റെ ഒരു സഹോദരിയുടെ മോള് ഒരു 4-5 മാസമായുള്ളൂ ഈ സംഭവം നടന്നിട്ട്. അവളൊരു പനി പിടിപെട്ട് ഹോസ്പിറ്റലിൽ അഡ്മിറ്റായി. അവിടെ ഒരു സാധാരണ പനിയായിരുന്നു. പക്ഷേ ഡോക്ടർമാർ തെറ്റായി മനസ്സിലാക്കിയിട്ട് അവർ ന്യൂമോണിയയ്ക്കുള്ള മെഡിസിൻസ് കൊടുത്തു തുടങ്ങി. അങ്ങനെ ക്രമേണ ഈ കാര്യങ്ങൾ വളരെ വഷളായി. അവളുടെ ശരീരമാകെ കറുത്തിരുണ്ടു, ശ്വാസം മുട്ടൽ ആരംഭിച്ചു, കണ്ണുകൾ മുഴുവൻ ചുമന്ന് കണ്ണ് പുറത്തേക്ക് തള്ളി വരുന്ന രീതിയിലേക്ക് വന്നു. അപ്പോൾ ഏതാണ്ട് അവസാനം ഡോക്ടേഴ്സ് പറഞ്ഞു, ഏതാണ്ട് കൈവിട്ട് പോയ അവസ്ഥയിലേക്ക് വന്നെന്ന് പറഞ്ഞു. പക്ഷേ തങ്ങൾക്ക് തെറ്റ് പറ്റിയെന്നവർ സമ്മതിച്ചുമില്ല. അപ്പോൾ എനിക്കൊരു പ്രേരണ തോന്നി. ഞാൻ പറഞ്ഞു, ആ ഭാഗത്തുള്ള ഏറ്റവും പ്രധാനപ്പെട്ട ഒരു ഹോസ്പിറ്റലാണ് കോട്ടയം കാരിത്താസ് എന്ന് പറഞ്ഞ ഹോസ്പിറ്റൽ. കേട്ടിട്ടുണ്ടാവും അല്ലേ? കാരിത്താസ് ഹോസ്പിറ്റൽ. അവിടേക്ക് പോകാൻ വേണ്ടി ഞാനിങ്ങനെ അവരോട് പറഞ്ഞു. പക്ഷെ അവരെന്നിട്ടും പോയില്ല, അവിടെ തന്നെ കിടക്കുകയാണ്. അങ്ങനെ ഒരു ദിവസം രാവിലെ ഒരു 6:30 മണി സമയത്ത്, അപ്പം ഈ രാവിലെ 7 മണിക്ക് എൻ്റെ തൊട്ടടുത്ത പള്ളിയിൽ കുർബാനയുണ്ട്. എൻ്റെ ഭാര്യയാണ് പള്ളിയിൽ പാട്ട് പാടുന്നത്. അപ്പോൾ അന്ന് അവൾ, എനിക്ക് ഭയങ്കര ബോഡി പെയിനാണ്, ഞാൻ പോകുന്നില്ലെന്ന് പറഞ്ഞ് കിടക്കുകയാണ്. ഞാൻ പിന്നെ വൈകിട്ട് പോക്കളാന്ന് പറഞ്ഞു. അപ്പോൾ ഞാൻ നിർബന്ധിക്കുക, അങ്ങനെ പോയില്ല, വേറെ ആരും പാടാനില്ല, നീ പോകുന്ന പറഞ്ഞ് നിർബന്ധിച്ചിട്ട് പോയില്ല. ഞാൻ വൈകിട്ട് പോക്കളാന്ന് പറഞ്ഞ് കിടക്കുകയാണ്. ഭാര്യ BSc നേഴ്സാണ്. അപ്പോൾ ഒരു 6:45 സമയത്ത് പെട്ടെന്ന് ഹോസ്പിറ്റലിൽ നിന്നൊരു ഫോൺ കോൾ വന്നു. അപ്പോൾ ഈ പറഞ്ഞ സഹോദരിയുടെ മോളുടെ ഭർത്താവ് വിളിക്കുന്നത്. എന്നിട്ട് പറഞ്ഞു, മകളെ ഇങ്ങനെ അവളുടെ രോഗം കരച്ചിലായി, ഇപ്പം പിന്നെ പെട്ടെന്നൊരു ഇഞ്ചക്ഷൻ കൊടുത്താൽ മാത്രമേ ഇനി രക്ഷപ്പെടാൻ സാധ്യതയുള്ളൂ എന്ന് ഡോക്ടേഴ്സ് പറഞ്ഞു. പക്ഷേ അവൾ എന്ത് ചെയ്യാൻ സമ്മതിക്കില്ല. ഞാൻ മരിക്കട്ടെ, എനിക്ക് ഈ ഇഞ്ചക്ഷൻ എടുത്തിട്ട് ഇങ്ങനെ വയ്യ. അവൾ ഒരു കാരണവശാലും ഇഞ്ചക്ഷൻ എടുക്കാൻ സമ്മതിക്കുകയെന്ന് പറഞ്ഞു. ഉടനെ വൈഫ് നേഴ്സായിരിക്കുന്നതുകൊണ്ട് വൈഫിനെ ഫോൺ കൊടുത്തു. അപ്പോൾ അവൾ പറഞ്ഞപ്പോൾ പിന്നെ അവളങ്ങ് സമ്മതിച്ചു. അങ്ങനെ ഇഞ്ചക്ഷൻ എടുത്തു കഴിഞ്ഞ് കുറച്ച് കഴിഞ്ഞപ്പോൾ വീണ്ടും പ്രശ്നമായി. അതിൻ്റെ റിയാക്ഷൻ എന്തൊക്കെ ആയിട്ട് പ്രശ്നമായി. ഉടനെ ആംബുലൻസിൽ കോട്ടയം കാരിത്താസ് ഹോസ്പിറ്റലിലേക്ക് പോകുന്നു.
അപ്പം ഞാനും ഭാര്യയും കൂടെ പുറകെ പോയി. അങ്ങനെ ഒരു ഉച്ച കഴിഞ്ഞ സമയമായി. അവിടെ എത്തിക്കഴിഞ്ഞ് ഇവിടെ ICUവിലേക്ക് കയറ്റി, കാഷ്വാലിറ്റിയിലേക്ക് കയറ്റി. ഞാനും ഭാര്യയും പുറത്ത് വെപ്പുണ്ട്. ഇവിടെ ഭർത്താവ് അകത്ത് കയറി. അപ്പം ഭാര്യ കുറച്ചപ്പുറത്ത് മാറി നിൽക്കുക. ഞാൻ തനിച്ച് പ്രാർത്ഥിച്ചു നിൽക്കുമ്പോൾ ഈ ഭർത്താവ് ഇറങ്ങി വന്നിട്ട് പറഞ്ഞു, ഡോക്ടേഴ്സ് പറഞ്ഞു നോക്കിയിട്ട് കാര്യമില്ല, ആൾ മരിച്ചു പോകാനാണ് സാധ്യത, രക്ഷയ്ക്കുള്ള സാധ്യതയില്ല, ഇനി വെന്റിലേറ്ററിലേക്ക് കയറ്റാൻ വേണ്ടി പോകുമെന്ന് പറഞ്ഞു. അപ്പോൾ ചില പ്രത്യേക നിർണായക സമയങ്ങളിൽ എൻ്റെ കയ്യിലുള്ള ഒരു മാരകായുധമുണ്ട്. അപ്പോൾ അത് ആ ആയുധം പുറത്തെടുക്കണമെങ്കിലും എനിക്ക് ആത്മാവിൻ്റെ പ്രേരണമാണ്. അപ്പോൾ എൻ്റെ ഉള്ളിൽ ആത്മാവ് ശക്തമായിട്ട് പ്രേരിപ്പിച്ചു, ഈ ആയുധം എടുത്തോളം പ്രേരിപ്പിച്ചു. ആയുധം ഇതാണ്: പരിശുദ്ധ അമ്മയുടെ വിമല ഹൃദയത്തിന് പ്രതിഷ്ഠിച്ചൊരു പ്രാർത്ഥന ഉണ്ട്. ഞങ്ങൾ തന്നെ ഫോം ചെയ്തതാണ്, മിനിസ്ട്രി ഫോം ചെയ്തതാണ്. ആ പ്രാർത്ഥന ചൊല്ലി അനേകർക്ക് വിവിധങ്ങളായ അനുഗ്രഹങ്ങൾ ഉണ്ടായിട്ടുണ്ട്. പെട്ടെന്ന് ശക്തമായ പ്രേരണ. അപ്പോൾ ഞാൻ ഇവനെ കൂട്ടിയിട്ട് പറഞ്ഞു. അപ്പോൾ അവനിങ്ങനെ പ്രാന്ത് പിടിച്ചുകൊണ്ട് നടക്കും, അങ്ങോട്ടും ഇങ്ങോട്ടും നടക്കുവാണ്, കാരണം ഭാര്യ മരിക്കുന്നുണ്ട് ഉറപ്പായി. ഞങ്ങൾ ഒരുമിച്ചിരുന്നിട്ട് ഞാനോട് പറഞ്ഞു, നമുക്ക് പ്രാർത്ഥിക്കാമെന്ന് പറഞ്ഞു. എന്നിട്ട് ഞാൻ മാതാവിനോട്, ഞാൻ പ്രാർത്ഥിക്കുന്നതല്ല, ആത്മാവ് പ്രേരിപ്പിച്ച് പ്രാർത്ഥിച്ചു. പരിശുദ്ധ അമ്മേ, കഴിഞ്ഞ പല കാലഘട്ടങ്ങളിൽ പല സമയങ്ങളിൽ അമ്മയോട് മുട്ടിപ്പായി പ്രാർത്ഥിച്ച സമയത്ത് അമ്മ അപ്പോൾ തന്നെ ഇടപെട്ട് അത്ഭുതം പ്രവർത്തിച്ച് അനുഗ്രഹിച്ച കാര്യം ഞാൻ വിശ്വസിക്കുന്നു, ഓർമ്മയിലേക്ക് എന്നെ വരുന്നുണ്ട്. മാത്രമല്ല സഭയുടെ വിശ്വാസവും ഞാൻ ഏറ്റു പറയുന്നു. അമ്മയോട് അപേക്ഷിച്ച ആരെയും അമ്മ ഉപേക്ഷിച്ചതായി ലോകത്ത് കേട്ടിട്ടില്ല. അങ്ങനെ പ്രാർത്ഥനയുണ്ടോ? ഉണ്ട്. ഈ പ്രാർത്ഥന ചൊല്ലിയിട്ട് നിർത്തി ഈ വിമല ഹൃദയ പ്രതിഷ്ഠ ഞാൻ ചൊല്ലിക്കൊടുത്തു. പ്രാർത്ഥന കഴിഞ്ഞ സമയത്ത് പെട്ടെന്ന് അകത്ത് നിന്ന് നേഴ്സ് വന്ന് ഇവനെ വിളിച്ചു. എന്നിട്ട് പറഞ്ഞു, ഡോക്ടർ അകത്തേക്ക് ചെല്ലാൻ പറഞ്ഞു. ഇവനകത്ത് ചെല്ലുമ്പോൾ മുമ്പ് അകത്തൊരു 10 ഡോക്ടേഴ്സ് ഉണ്ടായിരുന്നു. ഇപ്പോൾ ഒരു 11ാമത്തെ ഡോക്ടർ അകത്ത് ഇപ്പോൾ ഉണ്ട്. അപ്പോൾ അദ്ദേഹം പറഞ്ഞത്, അദ്ദേഹം കുറച്ച് അപ്പുറത്ത് മാറി നിൽക്കുന്ന സമയത്ത് ഞങ്ങളീ പുറത്ത് പ്രാർത്ഥിക്കുമ്പോൾ അദ്ദേഹത്തോട് ആരോ പറയുകയാണ്, ഇനിയൊരു മെഡിസിൻ കൊണ്ടുപോയി പെട്ടെന്ന് ഇഞ്ചെക്ട് ചെയ്യാൻ പറഞ്ഞാൽ പറഞ്ഞത്. അപ്പോൾ ഇദ്ദേഹം ഓടി വന്ന് പെട്ടെന്ന് ഇഞ്ചക്ഷൻ കൊടുത്തു. അപ്പോൾ അദ്ദേഹം പറഞ്ഞു, ഈ ഇഞ്ചക്ഷൻ ഇനിയിപ്പോൾ ഇത് ശരീരത്തിൽ പിടിച്ചു കഴിഞ്ഞാൽ പ്രശ്നമില്ല, ആൾ ഓക്കെ ആകുമെന്ന് പറഞ്ഞു. ഇഞ്ചക്ഷൻ കൊടുത്തു. അല്പം കഴിഞ്ഞപ്പോൾ തന്നെ ആൾ തിരിച്ചു വന്നു. ആളിപ്പോൾ നല്ല മിടിമിടുക്കിയായിട്ട് ഇപ്പോൾ ഉണ്ട്. ഹോസ്പിറ്റലിൽ നിന്ന് നേഴ്സസും ഡോക്ടേഴ്സും ഇവനെ ഭർത്താവിനെ വിളിച്ച് പറഞ്ഞു, ഹോസ്പിറ്റലിൻ്റെ ചരിത്രത്തിൽ ഈ അവസ്ഥയിലേക്ക് പോയ ഒരാൾ ആദ്യമായിട്ടാണ് ജീവിതത്തിലേക്ക് തിരിച്ചു വരുന്നതെന്ന് പറഞ്ഞു. ഹല്ലേലൂയ, ഹല്ലേലൂയ. മാതാവ് നല്ല കൈ കൊടുത്തേ മാതാവിന്. ഞാൻ പറയാൻ ഉദ്ദേശിച്ച കാര്യം, ഒരു അത്ഭുതം നടന്നു എന്ന് പറയുന്നതിനേക്കാൾ ഉപരി നമ്മളെ പ്രശ്നങ്ങൾക്കുള്ള എല്ലാ പരിഹാരവും നമ്മുടെ വീട്ടിലിരിപ്പുണ്ട് എന്ന് പറയാൻ വേണ്ടിയാണ്. നാടുതോറും അതുകൊണ്ട് ഇനി അടുത്ത ആഴ്ച കൊണ്ട് ഗാവുത്തയിലേക്ക് വരണ്ട, പള്ളിയിൽ പോകണ്ടെന്നും അല്ല ഞാൻ പറഞ്ഞു വരുന്നത്. നമ്മൾ പ്രശ്നപരിഹാരങ്ങൾക്ക് വേണ്ടി പുറത്ത് അലയുന്നതിനേക്കാൾ ഉപരി നമ്മൾ അകത്ത് തേടിയാൽ മതി. നമ്മുടെ ദൈവം, നമ്മളുടെ മറിയം നമ്മുടെ കൂടെയുണ്ട്. ദൈവം നമ്മുടെ കൂടെയുണ്ട്. പരിശുദ്ധ അമ്മയും നമ്മുടെ കൂടെയുണ്ട്. പരിശുദ്ധ അമ്മ എനിക്ക് ആരാണെന്ന് യഥാപതി വിശ്വസിച്ച് നമ്മളത് ഏറ്റുപറഞ്ഞ് നമ്മൾ ആ ബന്ധം ശരിയാക്കി കഴിഞ്ഞാൽ ബാക്കി ഏരിയയിൽ ഓക്കെയായി. പരിശുദ്ധ അമ്മയുള്ള ബന്ധം, അതിന് 10ാം പിയൂസ് പാപ്പ പഠിപ്പിക്കുന്ന, അദ്ദേഹം അത് കോട്ട് ചെയ്തിരിക്കുന്നതാണ്, സഭയിലെ ഒരു വേദപാലകനാണ് വിശുദ്ധ ബെർണാഡിനെ കോട്ട് ചെയ്ത് അദ്ദേഹം പറയുകയാണ്, ക്രിസ്തു ശിരസായ സഭാശരീരത്തിൻ്റെ കഴുത്താണ് മറിയം. ക്രിസ്തു ശിരസായ സഭാശരീരത്തിൻ്റെ കഴുത്താണ് മറിയം. എന്താ കാര്യം? തലയിൽ നിന്ന് കഴുത്ത് വഴി അല്ലാതെ ഒന്നും ശരീരത്തിലേക്ക് വരത്തില്ല, ശരീരത്തിൽ നിന്ന് കഴുത്ത് വഴിയല്ല ഒന്നും തലയിലേക്കും പോകത്തില്ല. അതായത് എല്ലാവിധ ദൈവാനുഗ്രഹങ്ങളും ഈശോയിൽ നിന്ന് മാതാവ് വഴി സഭാമക്കൾക്ക് ലഭിക്കുന്നു. സഭാമക്കളുടെ എല്ലാ പ്രാർത്ഥനകളും മാതാവ് വഴി ഈശോയിലേക്ക് പോകാൻ വേണ്ടി ഈശോ ആഗ്രഹിക്കുന്നു. അതുകൊണ്ട് മറിയത്തിലൂടെ ഈശോയിലേക്ക് എന്നൊരു ആപ്തവാക്യം തന്നെയുണ്ട്. അത് വിശുദ്ധർക്ക് ഒത്തിരി ഇഷ്ടപ്പെട്ട ഒരു ആപ്തവാക്യമായിരുന്നു. അവർ പരിശീലിച്ചൊരു ആപ്തവാക്യമായിരുന്നു. എന്നെ സംബന്ധിച്ച് വ്യക്തിപരമായി ഞാൻ അനുഭവിക്കുന്ന ഒരു യാഥാർത്ഥ്യമാണ് എന്നുകൊണ്ടുകൂടി ഞാൻ പറയുന്നത്. അപ്പം നമ്മൾ ഈശോയിൽ നിന്ന് അനുഗ്രഹങ്ങൾ പ്രാപിക്കാൻ വേണ്ടി ഉള്ള എളുപ്പവഴിയും കുറുക്ക് വഴിയുമാണ് പരിശുദ്ധ അമ്മയുള്ള യഥാർത്ഥ ബന്ധം പുലർത്തുക എന്നത്. ഹല്ലേലൂയ, 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 ഹല്ലേലൂയ. പരിശുദ്ധ പരമ ദിവ്യകാരുണ്യത്തിന് നേരവും ആരാധനയും സ്തുതിയും പുകഴ്ചയും ഉണ്ടായിരിക്കട്ടെ. നന്മ നിറഞ്ഞ മറിയമേ സ്വസ്തി, കർത്താവ് അങ്ങയുടെ കൂടെ സ്ത്രീകളിൽ അങ്ങ് അനുഗ്രഹിക്കപ്പെടലാവുന്നു. അങ്ങയുടെ ഉദരത്തിൻ ഫലമായ ഈശോ അനുഗ്രഹിക്കപ്പെടാനാവുന്നു. പരിശുദ്ധ മറിയമേ തമ്പുരാൻ്റെ അമ്മേ, പാപികളായ ഞങ്ങൾക്ക് വേണ്ടി എപ്പോഴും ഞങ്ങളുടെ മരണസമയത്തും തമ്പുരാനോട് അപേക്ഷിച്ചോളണമേ. ആമേൻ.
ഇനി എന്നോട് ചേർന്ന് നമ്മൾ ആദ്യത്തെ 2 കാര്യങ്ങൾ പറഞ്ഞു. ഒന്ന്, മറിയം നമ്മോട് കൂടെയുണ്ട്. 2, കൂടെയുള്ള പരിശുദ്ധി അമ്മയെ നമ്മൾ അനുഭവിക്കണമെന്ന് പറഞ്ഞു. ഇനി മൂന്നാമത്തെ കാര്യം എന്താണ് പറഞ്ഞത്? ഓർക്കുന്നുണ്ടോ? മറിയം നമ്മോട് കൂടെയുണ്ട്, മറിയത്തെ നമ്മൾ അനുഭവിക്കണം. മൂന്നാമത് ഞാൻ പറഞ്ഞ പോയിട്ട് നിങ്ങൾ ഓർക്കുന്നുണ്ടോ? ആമുഖത്തിൽ എന്തോ? അനുകരിക്കണം. പരിശുദ്ധ അമ്മയെ നമ്മൾ അനുകരിക്കണം. ഒരിക്കലും ഞങ്ങളുടെ രൂപതയിൽ ഇപ്പോഴത്തെ അഭിമന്യ പിതാവ് മാർ ജോസ് പുളിക്കൽ, അന്ന് അദ്ദേഹം വികാരി ജനറലായിരുന്നു. ഒരിക്കലും പിതാവ് എന്നെ വിളിച്ചിട്ട് പറഞ്ഞു, ബിജുവിനെതിരെ ഒരു പരാതി വേറെ രൂപതയിൽ നിന്ന് ഒരു അൽമായൻ ഇങ്ങോട്ട് അയച്ചു വിട്ടിട്ടുണ്ട്. ബിജു ഇന്ന കാര്യങ്ങളിൽ തെറ്റായ കാര്യങ്ങൾ പഠിപ്പിക്കുന്നുണ്ട് എന്നാണ് പറയുന്നത്. അപ്പം എനിക്കറിയാം ഞാൻ ആ പഠിപ്പിക്കുന്ന കാര്യങ്ങൾ ശരിയായിട്ടുള്ളതാണ്. ഇദ്ദേഹം നമ്മളുടെ വ്യക്തിവൈരാഗ്യം കൊണ്ട് എഴുതി പിടിപ്പിച്ചെന്ന് നമുക്കറിയാം. ഞാൻ ആദ്യം പിന്നെ ന്യായീകരിക്കട്ടെ എന്ന് വിചാരിച്ചു. പിന്നെ അദ്ദേഹം പറഞ്ഞ് ഞാൻ കേട്ട് തന്നുണ്ട്. അദ്ദേഹം പറഞ്ഞു, ഒരു കാര്യം ചെയ്ത് 6 മാസത്തേക്ക് ഈ കാര്യങ്ങൾ ബിജു പഠിപ്പിക്കേണ്ട, ഈ വിഷയമേ ക്ലാസ് എടുക്കേണ്ടെന്ന് പറഞ്ഞു. പക്ഷെ നമ്മളെ ധ്യാനത്തെ സംബന്ധിച്ച് ധ്യാനത്തിൽ ഏറ്റവും പ്രധാനപ്പെട്ട ടോപ്പിക്കായിരുന്നു അത്. അപ്പോൾ എനിക്ക് ഭയങ്കര വിഷമമായി. അപ്പോൾ ഞാൻ വീട്ടിൽ വന്നിരുന്നെങ്കിൽ എൻ്റെ മനസ്സിൽ ഭയങ്കര സംഘർഷമാണ്. പിതാവിൻ്റെ അടുത്ത് പോയി എന്നെ തന്നെ ന്യായീകരിച്ച് എന്ന് പറഞ്ഞാൽ ഉള്ള കാര്യം പറഞ്ഞ് പിതാവിനെ ധരിപ്പിക്കണോ? അന്നത്തെ പിതാവല്ല, വികാരി ജനറലാണ്. അങ്ങനെ ഒത്തിരി സംഘർഷപ്പെട്ട് ലാസ്റ്റ് ഞാൻ കുറച്ച് പേപ്പർ എടുത്തു, ഒരു 10ഓളം പേപ്പർ എടുത്തിട്ട് ഈ കാര്യത്തിലുള്ള എൻ്റെ കാഴ്ചപ്പാട്, ഞാൻ സത്യമാണ് പഠിപ്പിക്കുന്നുള്ള കാര്യങ്ങളൊക്കെ ഞാൻ ശരിക്കും പേപ്പറിൽ എഴുതി ഒരു ഓർമ്മ ശരിയാണെങ്കിൽ ഒരു ശനിയാഴ്ച ദിവസം ഇത് കൊണ്ടുപോയി രൂപതയെ സമർപ്പിക്കാൻ വേണ്ടി ഞാൻ പ്ലാൻ ചെയ്തിട്ട് രാവിലെ പോകുന്നതിന് മുമ്പായിട്ട് ഞാനൊരു കൊന്തയില്ലുകയാണ്. കൊന്തയില്ല സമയത്ത് പ്രകാശത്തിൻ്റെ രഹസ്യങ്ങളെ ഒന്നാമത്തെ രഹസ്യം എന്താണ്? എന്തോ ഈശോ മാമോദീസ സ്വീകരിക്കുന്ന സമയത്ത് അല്ലേ, സ്വർഗത്തിൽ നിന്ന് ഒരു വെളിപാടുണ്ടായി, ഇവൻ്റെ പ്രിയപുത്രനാണ്, ഇവൻ ഞാൻ പ്രസാദിച്ചിരിക്കുന്നുള്ള വാക്ക് കേൾക്കുകയാണ്. അപ്പോൾ ഈ ജപമാല പ്രാർത്ഥിക്കുന്ന സമയത്ത് നിങ്ങൾക്കറിയാമായിരിക്കും, ജപമാല പ്രാർത്ഥനയിലെ നിങ്ങൾക്കറിയാമെന്ന് അറിയാൻ വേണ്ടി ഞാൻ ചോദിക്കുവാണ്, ജപമാല പ്രാർത്ഥനയിലെ ഏറ്റവും പ്രധാനപ്പെട്ട ഘടകം ഏതാണ്? സ്വർഗസ്നേഹിതാവിയുണ്ട്, നന്മ നിറഞ്ഞ പറയുമയുണ്ട്, ത്രിത്വസ്തുതിയുണ്ട്, വിശ്വാസ പ്രമാണമുണ്ട്, രഹസ്യങ്ങളുടെ ധ്യാനമുണ്ട്, ലുത്തിനിയുണ്ട്. ഏറ്റവും പ്രധാനപ്പെട്ട ഏതാണ്? ജപമാല പ്രാർത്ഥനയിലെ ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം ഏതാണ്? വിശ്വാസ പ്രമാണം ഏതാണ്? ജപമാല പ്രാർത്ഥനയിലെ ഏറ്റവും പ്രധാനപ്പെട്ട ഘടകം രഹസ്യങ്ങളുടെ ധ്യാനമാണ്. വിശുദ്ധ പോൾ ആറാം പാപ്പയുടെ മരിയൻ കട്ട്സ്, യഥാർത്ഥ മരിഭക്തി എന്നുള്ള അപ്പോസ്തോലിക ലേഖനത്തെ അദ്ദേഹം പഠിപ്പിക്കേണ്ട 37ാമത്തെ ഖണ്ഡികയിൽ, ജപമാല പ്രാർത്ഥനയിൽ രഹസ്യങ്ങളുടെ ധ്യാനം ശരിയായി നടക്കുന്നില്ലെങ്കിൽ അത് ആത്മാവില്ലാത്ത ശരീരം പോലെയാണ്. അതുകൊണ്ടാണ് നമ്മളുടെ മിക്കവാറും ഇത്രയേറെ പ്രാർത്ഥിച്ചിട്ടും കാര്യമായൊരു ഫലം നമുക്ക് ജീവിതം ഉണ്ടാകാതിരിക്കുന്നത്. നിങ്ങൾ ശ്രദ്ധിച്ച് നോക്കിയേ, സന്തോഷം, പ്രകാശം, ദുഃഖം, മഹിമ, ഇതിലെ മറ്റെല്ലാ പ്രാർത്ഥനയും മാറ്റിയിട്ട് ആ രഹസ്യങ്ങൾ മാത്രം എടുത്തു കഴിഞ്ഞാൽ എന്ത് കിട്ടും? ഒരു മിനി സുവിശേഷം കിട്ടും. ആ മുഴുവൻ എടുത്തു കഴിഞ്ഞാൽ നമുക്ക് സുവിശേഷം കിട്ടും. അതായത് ഒരു മുഴുവൻ ജപമാല പ്രാർത്ഥിക്കുന്ന സമയത്ത് ഈശോയുടെ രക്ഷാകര രഹസ്യങ്ങൾ അല്ലെങ്കിൽ സുവിശേഷം മുഴുവൻ നമ്മളെ ഒന്ന് ധ്യാനിപ്പിക്കുക എന്നതാണ് സഭ ലക്ഷ്യം. കാരണം നമ്മളുടെ ആത്മരക്ഷയുടെ അടിസ്ഥാനം ക്രിസ്തുവാണ്. ക്രിസ്തു രഹസ്യങ്ങളിലേക്ക് നമ്മളെ ഒന്ന് മാതാവിൻ്റെ മാധ്യസ്ഥം വഴി കൊണ്ടുപോവുക എന്നാണ് സഭ ഉദ്ദേശിക്കുന്നത്. അതുകൊണ്ട് വിശുദ്ധ ചാവറയച്ചൻ ഒരിക്കൽ ജപമാല പ്രാർത്ഥനയെ വിളിച്ചത് ചരടിൽ കോർത്തിട്ട ബൈബിളാണ് ജപമാല പ്രാർത്ഥന എന്നാണ്. ചരടിൽ തൂക്കിയിട്ടിരിക്കുന്ന ബൈബിളാണ് ജപമാല പ്രാർത്ഥന എന്നാണ് അദ്ദേഹം ഒരിക്കലും ഇങ്ങനെ പഠിപ്പിച്ചത്. പറഞ്ഞു വരുന്നത് രഹസ്യങ്ങളുടെ ധ്യാനം പ്രധാനപ്പെട്ടതാണ്. അപ്പം ഞാൻ കൊന്ത ചെല്ലുമ്പോൾ ശ്രദ്ധിക്കാറുണ്ട്. അങ്ങനെ രഹസ്യങ്ങൾ ധ്യാനിച്ച് കൊന്തയുള്ള സമയത്ത് പെട്ടെന്ന് പരിശുദ്ധാത്മാവ് എൻ്റെ ഒരു പ്രേരണ തരികയാണ്. ഈശോ ദൈവമായിരുന്നിട്ടും 30 വർഷക്കാലങ്ങളിൽ ഈശോ നസ്രത്തിൽ വെറുമൊരു സാധാരണ മനുഷ്യനായി ജീവിച്ചു. താൻ ദൈവമാണെന്ന് ഈശോ ആരെയും പറഞ്ഞ് ധരിപ്പിച്ചില്ല. എത്രയൊക്കെ അത്ഭുതങ്ങൾ ചെയ്ത്, എത്രയൊക്കെ പ്രബോധനങ്ങൾ നൽകി താൻ ദൈവമാണെന്ന് പ്രചരിപ്പിച്ച് ഈശോയ്ക്ക് അവിടെ കയ്യടി മേടിക്കാമായിരുന്നു. എന്നാൽ വെറുമൊരു സാധാരണ മനുഷ്യനെപ്പോലെ ഈശോ അവരുടെ ഇടയിൽ താമസിച്ചു. ഈശോ ഒരിക്കലും തൻ്റെ ദൈവത്വം പുറത്ത് പ്രകടിപ്പിച്ചില്ല. നമ്മളെങ്ങാനും ആണെങ്കിൽ അല്ലേ, നമുക്ക് എന്തെങ്കിലും അനുഗ്രഹം കിട്ടിക്കഴിഞ്ഞാൽ പിറ്റേ ദിവസം ഫേസ്ബുക്കിലും യൂട്യൂബിലും സർവ്വമാന സ്ഥലത്തും ഇത് ഷെയറിങ്ങും പിന്നെ വൈറലുമാണ്. അപ്പോൾ ഈശോ ദൈവമായിരുന്നിട്ടും തൻ്റെ ആ ഉള്ളിലുള്ള കാര്യം ഈശോ പുറത്ത് പ്രകടിപ്പിച്ചതേയില്ല. ഈശോ താൻ ആരാണെന്ന് വെളിപ്പെടുത്തിയില്ല. അതുകൊണ്ട് ദൈവം ചെയ്ത കാര്യം തക്ക സമയത്ത് ദൈവം ഈശോയെ വെളിപ്പെടുത്തി. അതാണ് അന്ന് ജോർദാനിൽ സംഭവിച്ചത്. ഹല്ലേലൂയ.
ഹല്ലേലൂയ. പെട്ടെന്ന് പരിശുദ്ധാത്മാവ് പറഞ്ഞു, നീ നിന്നെ തന്നെ വെളിപ്പെടുത്താതിരുന്നാൽ, നീ നിന്നെ തന്നെ ന്യായീകരിക്കാതിരുന്നാൽ തക്ക സമയത്ത് ദൈവം നിന്നെ വെളിപ്പെടുത്തിക്കൊള്ളും. ഹല്ലേലൂയ. ഹല്ലേലൂയ. ഞാൻ പെട്ടെന്ന് 10 പേപ്പർ എടുത്ത് കീറിക്കളഞ്ഞു. 10 പേപ്പർ എടുത്ത് കീറിക്കളഞ്ഞു. അപ്പം മാതാവ് എന്നെ ശക്തമായ പ്രേരണ തന്ന ഇതാണ്: ഈശോ ചെയ്തത് തന്നെയാണ് ഞാനും ചെയ്തത്. ഞാനും ദൈവമാതാവാണെന്ന് ഒരിക്കലും ഞാൻ എൻ്റെ ഉള്ളിൽ ദൈവം കിടന്ന സമയത്ത് പുറത്തിറങ്ങിയിട്ട് എൻ്റെ അകത്ത് കിടക്കുന്നത് ദൈവമാണ്, ഈശോയാണ്, എന്നെ വണങ്ങുന്ന ഞാൻ ആരോടും പറഞ്ഞില്ല. അപ്പം ഈശോ ചെയ്തതുപോലെ തന്നെ ഞാനും എന്നെ തന്നെ സ്വയം വെളിപ്പെടുത്താതെ, സ്വയം മറ്റുള്ളവർ മുമ്പിൽ പുകഴ്ത്തി പറയാതെ ഇരുന്നതുകൊണ്ട് തക്ക സമയത്ത് ദൈവം എന്നെ വെളിപ്പെടുത്തി. പിന്നെ സംഭവിച്ചതാണ്, ഏതാനും മാസങ്ങൾ കഴിഞ്ഞപ്പോൾ രൂപതയിൽ നിന്ന് ബിഷപ്പ് തന്നെ എന്നെ വിളിച്ച്, നേരത്തെ എടുക്കണമെന്ന് പറഞ്ഞ ക്ലാസ് എടുത്തോളാൻ പറഞ്ഞാൽ മാത്രമല്ല, രൂപതയിലുള്ള എല്ലാ വചനപ്രഘോഷകർക്കും വേണ്ടി 3 പ്രാവശ്യമെങ്കിലും രൂപതയിൽ എന്നെക്കൊണ്ട് ധ്യാനിപ്പിക്കുകയും ചെയ്തു. ഹല്ലേലൂയ. 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 ഇതിൻ്റെ പേരാണ് മറിയാനുകരണം. ഇതിൻ്റെ പേരാണ് മരിയാനുകരണം. മാതാവിലുള്ള നന്മകളും പുണ്യങ്ങളും നമ്മൾ അഭ്യസിക്കുക. ഒരു ഉദാഹരണം ഞാൻ പറഞ്ഞതാണ്. അപ്പം മാതാവിൽ നിരവധിയായ പുണ്യങ്ങളുണ്ട്. ദൈവഹിതം എപ്പോഴും നിറവേറ്റുക എന്നത് മാതാവിൻ്റെ സ്വഭാവമായിരുന്നു. അതുകൊണ്ട് യഥാർത്ഥ മരിയഭക്തിയുള്ള വ്യക്തിയുടെ പ്രധാനപ്പെട്ട സ്വഭാവമായിരിക്കേണ്ടത് ദൈവഹിതം നിറവേറ്റലാണ്. പരസ്നേഹം പരിശുദ്ധ അമ്മയുടെ സ്വഭാവമായിരുന്നു. അതുകൊണ്ട് പരസ്നേഹം പരിശീലിക്കുക എന്നത് യഥാർത്ഥ മരിയഭക്തൻ്റെ ഒരു സ്വഭാവമാകണം. എളിമ പരിശുദ്ധ അമ്മയുടെ സ്വഭാവമായിരുന്നു. യഥാർത്ഥ മരിയഭക്തൻ എളിമയെ തൻ്റെ ജീവിതമാക്കാൻ ശ്രദ്ധിച്ചുകൊണ്ടിരിക്കണം. ശുദ്ധത, അങ്ങനെ പല പുണ്യങ്ങൾ. അപ്പോൾ യഥാർത്ഥ മരിയഭക്തി വിളങ്ങുന്നത് മരിയാനുകരണത്തിലാണ്. ഹല്ലേലൂയ. ഹല്ലേലൂയ. സ്വരമുയർത്തി ഹല്ലേലൂയ. ഹല്ലേലൂയ. ഉറങ്ങുന്നവർ ശ്രദ്ധിച്ചുറങ്ങണം. കസേരയ്ക്ക് ബലം കുറവാണ് കേട്ടോ, പുറകെ ആൾക്കാർ ഇരിപ്പുണ്ട്. ഹല്ലേലൂയ. 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 നല്ല ശുശ്രൂഷകൻ, ഉറങ്ങുന്നതിന് ഒരു തടസ്സമില്ലല്ലേ? ഈ ബ്രദർ വന്നിട്ട് ഞാൻ ഉറങ്ങുന്നതിന് ഒരു തടസ്സവും പറഞ്ഞില്ല, എന്നെ കെയർ ചെയ്യരുത്, മറിഞ്ഞ് വീടെന്ന് പറഞ്ഞു അല്ലേ? നല്ല ബ്രദർ. ഹല്ലേലൂയ. 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 പരിശുദ്ധ പരമദിവ്യകാരുണ്യത്തിന് നേരവും ആരാധനയും സ്തുതിയും പുകഴ്ചയും ഉണ്ടായിരിക്കട്ടെ. ഇനി അവസാനം പറഞ്ഞതുപോലെ പരിശുദ്ധ അമ്മയുള്ള ഭക്തിയിൽ നമുക്ക് സംഭവിക്കാവുന്ന ഒരു 2-3 ഗുരുതരമായ പ്രശ്നങ്ങൾ പറഞ്ഞുകൊണ്ട് അവസാനിപ്പിച്ചുകൊള്ളാം. അത്ര പ്രധാനപ്പെട്ട അല്ല നമുക്ക് തോന്നിയാലും അത് പ്രധാനപ്പെട്ടതാണ്. മാതാവിന് കത്തോലിക്കാ സഭയിൽ 1600-ൽ പരം പേരുകളുണ്ടെങ്കിലും ഏറ്റവും പ്രധാനപ്പെട്ട പേര് എന്താണെന്നറിയാമോ? ഏറ്റവും പ്രധാനപ്പെട്ട പേര് ദൈവമാതാവ് എന്ന പേരാണ്. ഹല്ലേലൂയ. 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 ഞാനിപ്പോൾ പറയുന്നത് കൊണ്ട് നിങ്ങളാരും തെറ്റിദ്ധരിക്കരുത്, ഞങ്ങൾക്ക് മനസ്സിലാകാൻ വേണ്ടിയാണ്. കൃപാസനത്തെക്കുറിച്ച് നല്ലൊരു വീഡിയോ ഞാൻ ചെയ്തിട്ടുണ്ട്. എൻ്റെ യൂട്യൂബ് ചാനലിലെ ഏറ്റവും കൂടുതൽ വൈറലായൊരു വീഡിയോ അത് തന്നെയാണ്. ഇപ്പോൾ കൃപാസനത്തെക്കുറിച്ച് എനിക്ക് ആദ്യകാലത്തെക്കുറിച്ച് ചില തെറ്റിദ്ധാരണകളുണ്ടായിരുന്നു. തെറ്റിദ്ധാരണ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ കുറച്ചൊക്കെ അതിനുള്ള കാര്യങ്ങൾ കാണുന്നതുമായി ബന്ധപ്പെട്ടാണ്. പക്ഷേ ഈ അടുത്ത കാലത്ത് എനിക്ക് മനസ്സിലായൊരു കാര്യം, അവിടെ പരിശുദ്ധ അമ്മയെ ലൗകികമായ അനുഗ്രഹങ്ങൾ പ്രാപിക്കാൻ വേണ്ടി ആശ്രയിക്കാൻ പോയ പലരും ക്രമേണ അമ്മയുടെ ഇടപെടൽ വഴി വിശുദ്ധ ജീവിതത്തിലേക്ക് ആകർഷിക്കപ്പെടുന്നുണ്ട്. പലരും എനിക്കിങ്ങനെ കോൺടാക്റ്റ് ലഭിച്ചു. അവർ പറയുന്നത് ഞങ്ങൾ പോയത് ഭൗതിക അനുഗ്രഹം പ്രാപിക്കാൻ വേണ്ടിയാണ്, പക്ഷേ ഇപ്പോൾ ഞങ്ങളുടെ ശ്രദ്ധ മുഴുവൻ ഒരു വിശുദ്ധനും വിശുദ്ധിയാകാൻ വേണ്ടിയാണ്. അപ്പോൾ അതുകൊണ്ട് അതൊരു വശം. അപ്പോൾ ഞാൻ ഈ കൃപാസനത്തെ കാര്യം പറയാൻ പോവുകയാണ്. അപ്പോൾ കൃപാസനത്തോട് എനിക്ക് എതിരല്ല എന്ന് പറയാൻ വേണ്ടി ഇത്രയും പറഞ്ഞു വന്നത്. അപ്പോൾ അവിടുത്തെ മാതാവിൻ്റെ പേരാണ് കൃപാസന മാതാവ്. കൃപാസന മാതാവിനോട് ഇഷ്ടമുള്ള ആൾക്ക് ദൈവമാതാവിനോട് വലിയ ഇഷ്ടമില്ല എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അവർക്ക് ഉദാഹരണം പറഞ്ഞത് ഇപ്പോൾ ഇവിടെ ഗാവുൽത്ത മാതാവുണ്ട്. നിങ്ങൾക്ക് ദൈവമാതാവിനേക്കാൾ ഇഷ്ടം ഗാവുൽത്ത മാതാവിനെയായിരിക്കും. അങ്ങനെ അബദ്ധം പറ്റുമെന്ന് പറയാൻ വേണ്ടിയാണ്. അതായത് പരിശുദ്ധ അമ്മയോടുള്ള ഭക്തിയിൽ വളരാൻ വേണ്ടി ദൈവം നൽകിയ ചില കാര്യങ്ങളെ, ചില ഭക്തികളെ പരിശുദ്ധ അമ്മയേക്കാൾ സ്നേഹിക്കുക, അതാണ് ആ പ്രശ്നം. ഇപ്പോൾ ഉദാഹരണത്തിന് ദൈവമാതാവ് ചെയ്ത അത്ഭുതമെന്ന് പറഞ്ഞ് ഒരു വീഡിയോ ഇട്ട് കഴിഞ്ഞാൽ ആരും കാണുകയില്ല. പിന്നെ എന്ത് കിട്ടും? കൃപാസന മാതാവ് ചെയ്ത അത്ഭുതം എന്ന് പറഞ്ഞാൽ ഉടനെ ആളുകൾ, ഞാൻ പറഞ്ഞാൽ ശരിയാണോ? അപ്പോൾ കൃപാസനത്തെ പറയാൻ വേണ്ടി അല്ല ഞാൻ പറഞ്ഞു വന്നത്. അപ്പോൾ നമ്മൾ അറിയാതെ തന്നെ പരിശുദ്ധ അമ്മയോട് സ്നേഹം ജനിപ്പിക്കാൻ വേണ്ടി, ഭക്തി വളർത്താൻ വേണ്ടി, അങ്ങനെ ഈശോ എടുക്കാൻ വേണ്ടി ദൈവം അനുവദിച്ച ചില കാര്യങ്ങളെ ഈശോയേക്കാളും മാതാവിനേക്കാൾ അധികമായിട്ട് നമ്മൾ ഫോക്കസ് ചെയ്യുകയാണ്. അത്
മരിയഭക്തിയിലെ ഗുരുതരമായൊരു അപകടമാണ്. കേരള സഭയിൽ അത് വർദ്ധിച്ചു വരുന്നുണ്ട്. അത് മാതാവിനൊട്ടും ഇഷ്ടമല്ല. കാരണം മാതാവിൻ്റെ ഫോക്കസ് മുഴുവൻ ഈശോയിലേക്കാണ്. രണ്ടാമത്തെ പ്രധാനപ്പെട്ട കാര്യവും മരിയഭക്തിയിലെ പ്രശ്നമാണ്. നമ്മൾ ഭൗതികമായ അനുഗ്രഹങ്ങളെ പ്രതി മാതാവിനെ അമിതമായി ആശ്രയിക്കുക. അമ്മ മകൾ ബന്ധം, ആ ബന്ധം വളർത്തുക, അത് മെച്ചപ്പെടുത്തുക, പൂർണ്ണമാക്കുക എന്നതിനേക്കാൾ ഉപരി ചില ഭൗതിക അനുഗ്രഹങ്ങൾ പ്രാപിക്കാൻ വേണ്ടി മാതാവിനെ അമിതമായിട്ട് ഫോക്കസ് ചെയ്യുക. അത് മരിയഭക്തിയിലെ ഗുരുതരമായ വീഴ്ചയാണ്. നിർഭാഗ്യവശാൽ നമ്മൾ ആ തെറ്റിലും അകപ്പെടുന്നുണ്ട്. അങ്ങനെ അമ്മയെന്ന് വിളിക്കുമ്പോൾ മാതാവിന് സന്തോഷമല്ല, തീർച്ചയായിട്ടും മാതാവിന് വേദനയാണ്. അമ്മയെന്ന് വിളിച്ചപേക്ഷിക്കുന്നവരല്ല, അമ്മയുടെ ഇഷ്ടം നിറവേറ്റുന്നവരാണ് യഥാവധി അമ്മയെ സ്നേഹിക്കുന്നത്. ഹല്ലേലൂയ, 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 ഹല്ലേലൂയ. ഹല്ലേലൂയ. ഏറ്റവും അവസാനമായിട്ട് പറയാവുന്നൊരു കാര്യം, ഈശോയെ സ്നേഹിക്കാൻ വേണ്ടി മാതാവിനെ സ്നേഹിച്ച് തുടങ്ങിയ പലരും ഈശോയെ വിട്ടിട്ട് ഇപ്പോൾ മാതാവിൻ്റെ പുറകിലാണ്. അവർക്ക് ഈശോയെ കിട്ടിയില്ലെങ്കിലും കുഴപ്പമില്ല, അവർക്ക് ഭക്തി മുഴുവൻ മാതാവിനോടാണ്. ഈശോയോട് സ്നേഹമില്ല. ഇത് ഗുരുതരമായ, ഇത് ഏറ്റവും വലിയ ഒരു പ്രശ്നമാണ്. ഇതൊരു വലിയ പാഷാണ്ഡതയാണ്. നമ്മുടെ ആത്മരക്ഷയ്ക്ക് അപകടമാണ്, നിത്യനാശത്തിലേക്ക് നയിക്കുന്നതാണ്. അപ്പം പരിശുദ്ധി അമ്മയോടുള്ള ആ ഭക്തി നമ്മൾ ശരിയായ ക്രമത്തിലാക്കണം. അമ്മ മകൾ ബന്ധത്തിലേക്ക് കൊണ്ടുവരണം. മരിയ അനുഭവത്തിലേക്ക് നമ്മൾ കൊണ്ടുവരണം. മരിയ അനുകരണത്തിലേക്ക് നമ്മൾ അതിനെ വളർത്തിയെടുക്കണം. ഹല്ലേലൂയ, 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 ഹല്ലേലൂയ. എഴുന്നേറ്റേക്കാം. കരങ്ങൾ ഹൃദയത്തോട് ചേർത്ത് വെച്ച് നമ്മൾ കേട്ട കാര്യങ്ങളെ ലഘുവായിട്ടൊന്ന് ധ്യാനിച്ചെടുക്കാൻ, സംഗ്രഹിക്കാൻ ശ്രമിക്കാം. നമ്മൾ പറഞ്ഞു, ദൈവം നമ്മോട് കൂടെ എന്നതുപോലെ പരിശുദ്ധി അമ്മയും നമ്മോട് കൂടെയുണ്ട്. പരിശുദ്ധി അമ്മ സ്വർഗത്തിൽ ആണ്, സ്വർഗാരൂപതയാണ്. അതോടൊപ്പം തന്നെ ഈശോ സഭയിൽ അമ്മയ്ക്ക് ഏൽപ്പിച്ച ഉത്തരവാദിത്വം നിറവേറ്റിക്കൊണ്ട് അമ്മ നമ്മുടെ കൂടെയുണ്ട്. നമ്മൾ ദൈവത്തെ അനുഭവിക്കുന്നത് പോലെ തന്നെ നമ്മൾ മറിയത്തെ അനുഭവിക്കണം. നമ്മുടെ ചുറ്റും അങ്ങനെ മറിയത്തെ അനുഭവിച്ചവരുടെ സാക്ഷ്യങ്ങളുണ്ട്. അമ്മയെ വിളിച്ചപ്പോൾ തന്നെ സുവിശേഷത്തിൽ നമുക്കതിൻ്റെ വേരുകൾ, അടിസ്ഥാനം കിടപ്പുണ്ട്. വിളിച്ചാൽ വിളിപ്പാടകലെ. സഭയുടെ വിശ്വാസം നമുക്കറിയാം, അമ്മയോട് അപേക്ഷിച്ച് ആരെയും അമ്മ ഉപേക്ഷിച്ചതായി ലോകത്ത് കേട്ടിട്ടില്ല. ഈ അനുഭവം ഓരോ ക്രിസ്ത്യാനിയും പ്രാപിക്കേണ്ടതാണ്. ആ അനുഭവം പ്രാപിക്കുന്നതിലേക്ക് നമുക്ക് വളരാം. അത്യന്തികമായി മരിയഭക്തി നമ്മളെ മരിയ അനുകരണത്തിലേക്ക് കൊണ്ടുവരണം. അപ്പോഴാണ് നമ്മൾ യഥാർത്ഥ മരിയഭക്തരായി തീരുന്നത്. പരിശുദ്ധ അമ്മയിൽ വിളങ്ങിയിരുന്ന ആ പുണ്യങ്ങൾ അഭ്യസിക്കാൻ വേണ്ടി, പരിശീലിക്കാൻ വേണ്ടി നമ്മൾ ശ്രദ്ധിക്കണം. അപ്പോഴാണ് നമ്മൾ യഥാർത്ഥത്തിൽ പരിശുദ്ധ അമ്മയെ സ്നേഹിക്കുന്നത്, ഭക്തി പുലർത്തുന്നത്. അവസാനമായി മരിയഭക്തിയിലുള്ള എല്ലാ കുറവുകളും നമുക്ക് പരിഹരിക്കണം. ഈശോയേക്കാൾ ഉപരി മാതാവിനെ സ്നേഹിക്കരുത്. പരിശുദ്ധ അമ്മയെ സ്നേഹിക്കാൻ വേണ്ടിയുള്ള ചില ഭക്തികളെ നമ്മൾ അമ്മയേക്കാൾ ഉപരി നമ്മൾ സ്നേഹിക്കരുത്. അങ്ങനെയുള്ള കുറവുകളൊക്കെ ഉണ്ടെങ്കിൽ നമുക്ക് പരിഹരിക്കാൻ വേണ്ടി ശ്രമിക്കാം. സ്വർഗത്തിൽ നിന്ന് പരിശുദ്ധാത്മാവിൻ്റെ ശക്തമായൊരു അഭിഷേകം ആഗ്രഹിച്ച് നമ്മൾ പറഞ്ഞു കഴിഞ്ഞു, പരിശുദ്ധ അമ്മയും പരിശുദ്ധാത്മാവും തമ്മിൽ പ്രത്യേക ബന്ധത്തിലാണ്. അതുകൊണ്ട് പരിശുദ്ധാത്മാവിനെ നമ്മൾ ആരാധിക്കുന്നു പരിശുദ്ധ അമ്മയെ സ്നേഹിക്കുമ്പോൾ. പരിശുദ്ധ അമ്മയെ സ്നേഹിക്കുമ്പോൾ നമ്മൾ പരിശുദ്ധാത്മാവിനെ ആരാധിക്കുന്നു. പരിശുദ്ധാത്മ വിളിച്ചപ്പോൾ ആരാധിക്കുന്ന സമയത്ത് പരിശുദ്ധാത്മാവ് പരിശുദ്ധ അമ്മയുടെ പ്രത്യേക സ്നേഹം നമുക്ക് നൽകുകൂടി ചെയ്യുന്നു. ഈ ഒരു വലിയ ആഗ്രഹം ഉള്ളിൽ വെച്ചുകൊണ്ട്, പരിശുദ്ധാത്മാവേ, പരിശുദ്ധ അമ്മയോട് പക്വമായ ഒരു സ്നേഹവും ബന്ധവും എനിക്ക് തരണമേ എന്ന് ആഗ്രഹിച്ചുകൊണ്ട് സ്തുതിക്കുന്നു. ഹല്ലേലൂയ, 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 ഹല്ലേലൂയ. കർത്താവേ, ഈശോയെ, ഈശോയെ, ഈശോയെ അങ്ങയുടെ നാമത്തിൽ പ്രാർത്ഥിക്കുന്നു. പിതാവേ, ഈശോ നാമത്തിൽ പ്രാർത്ഥിക്കുന്നു. ഹൃദയം തുറങ്ങി ആഗ്രഹത്തോടെ പ്രാർത്ഥിക്കുന്ന ഈ മക്കളിൽ സ്വർഗത്തിൽ നിന്ന് പരിശുദ്ധ അമ്മയോടുള്ള യഥാർത്ഥമായ ഭക്തിയും സ്നേഹവും നിറയ്ക്കണമേ. അമ്മ മകൾ ബന്ധം യഥാവധി പാലിക്കാനുള്ള പ്രവർത്തന കൃപ നൽകണമേ എന്ന് പ്രാർത്ഥിക്കുന്നു. ഹല്ലേലൂയ, 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 ഹല്ലേലൂയ.